ശരി. അപ്പൊ രണ്ടുപേരുടെ ഉറക്കം ഇതുവരെ തെളിഞ്ഞില്ലേ? ഓ, കിടത്തം കണ്ടാലേ എന്തൊരൊത്തൊരുമ. ഇന്നലെ രാത്രി കിടക്കുന്നത് വരെ രണ്ടും കീരി മൂർഖനായിരുന്നു. ഉറക്കത്തിൽ മാത്രം ഇത്രയും സ്നേഹിക്കുന്ന രണ്ടുപേർ. എടി കുഞ്ഞാറ്റെ, കുഞ്ഞാവേ, എഴുന്നേൽക്കാനാ പറഞ്ഞത്. ഇന്നലെ നിങ്ങളുടെ സ്കൂൾ തുറക്കണത്. ഒന്ന് വേഗം എഴുന്നേൽക്കടി. സമയം എന്തായെന്ന് വല്ല വിചാരവുമുണ്ടോ? എന്താ ഉറക്ക്? ഹോ, ശല്യപ്പെടുത്താതെ പോവമ്മ, കുറച്ചുകൂടെ കിടക്കട്ടെ. കുറച്ചുകൂടെ ആക്കണ്ടടി, കുറേ സമയം കിടന്നോ. രണ്ടുപേരും കിടന്നോ. ഇനി ഞാൻ വന്ന് വിളിക്കുമെന്നുള്ള വല്ല വിചാരവും വേണ്ട. ഇനി ഞാൻ വന്ന് വിളിക്കത്തേയില്ല. വേണമെങ്കിൽ എണീച്ചോ. അയ്യോ അമ്മ, ഇങ്ങനെ ചൂടാവാതെ കുറച്ച് സമയം കൂടെ. ഈ കുഞ്ഞാറ്റോട് എഴുന്നേറ്റ് പോകാൻ പറ. ഞാൻ കുറച്ച് സമയം കൂടെ കിടന്നോട്ടെ. കുഞ്ഞാറ്റോട് എണീറ്റ് പോകാൻ പറ അമ്മ. ഞാൻ കുറച്ച് സമയം കൂടെ കിടന്നോട്ടെ. ഒരു കാര്യം ചെയ്, രണ്ടുപേരും സുഖമായി കിടന്നുറങ്ങിക്കോ. ഇനി എന്റെ പൊന്നുമക്കളെ, അമ്മ വന്ന് വിളിക്കുമെന്ന് വിചാരിക്കേ വേണ്ട. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണികളുണ്ട്. ഞാൻ അടുക്കളക്ക് പോവാം. വേണേ രണ്ടും എഴുന്നേറ്റോ. നിങ്ങൾ രണ്ടുപേരുടെ യൂണിഫോമും ബുക്കൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. എന്റെ ദൈവമേ, ഇന്നലെ രാത്രി ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞ വെയിറ്റിങ്ങളോട് യൂണിഫോമും ബുക്കൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയെന്ന്. കുഞ്ഞാറ്റെ, കുഞ്ഞാവേ എഴുന്നേറ്റോളെ, ഞാൻ അടുക്കളയ്ക്ക് പോവാണ്. കുഞ്ഞാറ്റെ, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? നീ എഴുന്നേറ്റോ ഫസ്റ്റ്. എനിക്ക് രണ്ടാമത് മതി ബാത്റൂം. നീ ആദ്യം ബാത്റൂമിലേക്ക് കയറിക്കോ. ഒന്ന് പോടി അവിടുന്ന്. അയ്യോ അയ്യോ, ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ആഹാ, ഇവളെന്നെ ചവിട്ടി താഴെ ഇട്ടതാണല്ലേ? എടി കുഞ്ഞാറ്റെ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ എന്നെ കട്ടിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടല്ലേ? ഒന്ന് പോടി അവിടുന്ന്. വെറുതെ ഇവിടെ നിന്ന് മുച്ചപ്പാടുണ്ടാക്കാണ്ട് വേഗം നീ ബാത്റൂമിൽ പോയി ഒഴിവാക്ക്. ആഹാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്നെ താഴെ തള്ളിയിട്ടിട്ട് അങ്ങനെ നീ സുഖിച്ച് കിടന്നുറങ്ങണ്ട. ഇങ്ങോട്ട് വാടി. അയ്യോ, നീ എന്തിനാണ് എന്റെ കാല് പിടിച്ച് വലിക്കണത്? കാല് പിടിച്ച് വലിക്കാതെടി, ഞാൻ താഴെ വീഴും. വീഴാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ നിന്റെ കാല് പിടിച്ച് വലിക്കണത്. നീ എന്തിനാ എന്നെ താഴെ തള്ളിയിട്ടത്? എടി കുഞ്ഞാവേ, ഞാൻ വീഴും. നീ അങ്ങോട്ട് മാറി നിൽക്ക്. അമ്മ, അമ്മ. എന്നെ ചവിട്ടി താഴെ ഇടുമ്പോ നീ എന്തേലും കണക്കാക്കിയത്? വിളിച്ച് കൂവടി, വിളിച്ച് കൂവ്. അയ്യോ അമ്മ, ഞാൻ വീണേ. കിട്ടണടി, കിട്ടണം. എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. കിട്ടിയാ പോരാ. അയ്യോ, എന്റെ നടു ഒടിഞ്ഞേ. കണക്കായി പോയി. നടു മാത്രമല്ല, നിന്റെ കൈയും കാലും ഒക്കെ ഞാൻ തല്ലി ഓടിക്കും. എന്തുവാടി ഇവിടെ നിന്നൊരു ബഹളം കേൾക്കണത്? കുറെ സമയമായല്ലോ കേൾക്കുന്നു. നിങ്ങൾ എന്നെ അടുക്കളയിൽ നിന്ന് മര്യാദക്ക് വർക്ക് ചെയ്യാൻ വിടത്തില്ലേ? ഈ കട്ടിലിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണോ ഇവിടെ ഞാൻ നിലത്ത് കിടന്നു ഉരുളണത്? അയ്യോ അല്ലമ്മ, നീ കുഞ്ഞാവെന്നെ തള്ളിയിട്ടതാണ്. ഞാൻ മര്യാദക്ക് കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഇവളെന്റെ കാല് വലിച്ച് താഴേക്ക് തള്ളിയിട്ടതാണ്. നേരാണോടി? അവൾ പറഞ്ഞത് നേരാണോന്ന്? അത് പിന്നെ അമ്മ, അവളാണ് എന്നെ ആദ്യം കട്ടിലിൽ നിന്ന് ചവിട്ടി താഴേക്ക് തള്ളിയിട്ടത്. അമ്മ, സത്യമായിട്ടും അതെന്നോട് അറിയാതെ ഉറക്കത്തിൽ പറ്റിപ്പോയതാണ്. ഞാനത് അറിഞ്ഞിട്ട് ചെയ്തതല്ല അമ്മ. അല്ല അമ്മ, അവൾ നുണ പറയുകയാണ്. അവൾ മനഃപൂർവ്വം തന്നെ എന്നെ താഴേക്ക് തള്ളിയിട്ടതാണ്. നീ കണ്ടോടി ഞാൻ മനഃപൂർവ്വം താഴേക്ക് തള്ളിയിടുന്നതെന്ന്? അതിപ്പോ പ്രത്യേകിച്ച് കാണണമെന്നില്ലല്ലോ. നീ എന്നെ മനഃപൂർവ്വം തള്ളിയിട്ടത് തന്നെയാണ്. കണക്കായിപ്പോയി, കണക്കായിപ്പോയി. ഷോ, ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരുടെയും തർക്കം? ഇന്ന് നല്ലൊരു ദിവസമായിട്ട് രണ്ടുപേരും രാവിലെ തന്നെ തല്ലി പിടിക്കുകയാണോ? ഇതൊക്കെ എന്റെ മാത്രം വിധി. നിങ്ങൾ എല്ലാ വീട്ടിലും ഒന്ന് ചെന്ന് നോക്കിയോക്ക്. ഇന്ന് എല്ലാ കുട്ടികളും നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ടാവും. നിങ്ങളെപ്പോലെ ഒരു വീട്ടിലും ഉണ്ടാവില്ല. അമ്മ, അമ്മ, അതൊക്കെ ഇവളോട് പറഞ്ഞു കൊടുക്ക്. ഇവളാണ് എല്ലാത്തിനും കാരണം. കണ്ടമ്മ, കണ്ടോ? അവളല്ല മനഃപൂർവ്വം വഴക്ക് കൂടാൻ വരുന്നത്. അവളോട് പറഞ്ഞു കൊടുക്ക് ഇതൊക്കെ. ഒന്ന് മിണ്ടാതിരിക്കോ? എന്തുവാ ഇവിടെ ഒരു ബഹളം? രാവിലെ തന്നെ തുടങ്ങിയോ? കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ മാതിരി. നിങ്ങൾ എന്നെ സ്വസ്ഥമായിട്ട് വാതിക്കൽ നിന്ന് പേപ്പർ വായിക്കാൻ വിടത്തില്ലേ? എന്റെ സുമേഷ് ചേട്ടാ, ഇതിന്റെ കാര്യം ഒന്നും പറയാത്തതാ നല്ലത്. രാവിലെ എഴുന്നേറ്റപ്പോ തുടങ്ങിയതാ രണ്ടിന്റെയും അടിപിടി. ഇതിന്റെ ഒച്ച കാരണമാ ഞാൻ അടുക്കളയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നു നോക്കിയത്. എന്തുവാ മക്കളെ ഇത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ അടിപിടി കൂടുന്നത്? നീ ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ കുട്ടികളോട് ചോദിക്കട്ടെ. അച്ഛാ, ഒക്കെ ഇതിന് കാരണം ഇവളാണ്. അല്ല അച്ഛാ, അവളാണ്. മതി മതി, എനിക്കൊക്കെ മനസ്സിലായി. നിങ്ങളെ അവളെ ഇവളെ എന്നൊന്നും പറഞ്ഞു ഉരുളാൻ നിൽക്കണ്ട. അച്ഛൻ്റെ നല്ല കുട്ടികളല്ലേ, രണ്ടുപേരും വേഗം സ്കൂളിലേക്ക് പോകാൻ റെഡിയായനെ. ഇന്ന് നിങ്ങൾക്ക് പുതിയ ബാഗും ബുക്കും യൂണിഫോമും ഒക്കെ ഇട്ടിട്ട് സ്കൂളിലേക്ക് പോകേണ്ടതല്ലേ? അച്ഛൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കത്തില്ലേ? വേഗം സ്കൂളിലേക്ക് പോകാൻ റെഡിയാണേ. ഞാൻ അനുസരിച്ചോളാം അച്ഛാ. ആഹാ, നല്ല കുട്ടികൾ ആരും ഇങ്ങനെ മുഖം ദേഷ്യം പിടിച്ചിട്ട് സംസാരിക്കത്തില്ല. ചിരിച്ചുകൊണ്ട് മാത്രമേ പറയത്തുള്ളൂ. ഞാൻ നല്ല കുട്ടിയാണ് അച്ഛാ. ഞാനും നല്ല കുട്ടിയാണ് അച്ഛാ. അപ്പൊ നല്ല കുട്ടികൾ രണ്ടും വേഗം പോയെന്ന് റെഡിയായേ. ശരി. കണ്ടോടി, കണ്ടോ? കുട്ടികളുടെ അടുക്കെ കുറച്ച് മയത്തിൽ വേണം സംസാരിക്കാൻ. അല്ലാതെ ഇങ്ങനെ കാട്ടുപോത്തിന്റെ സ്വഭാവം കുട്ടികളോട് കാണിച്ചാലേ അവരതിനനുസരിച്ച് മാത്രമേ നിൽക്കത്തുള്ളൂ. അച്ഛനുണ്ടല്ലോ എപ്പം നോക്കിയാലും കുട്ടികളെ പുഞ്ഞരിക്കാൻ. പിന്നല്ലാതെ നമുക്ക് പുണ്യരിക്കാൻ അവർ രണ്ടുപേരല്ലേ ഉള്ളൂ.
പിന്നെ അവരെ അല്ലാതെ നമ്മൾ ആരെയാ പുന്നരിക്കേണ്ടത്? അതൊക്കെ പോട്ടെ, നിന്റെ മുഖം എന്തിനാ ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ? കുട്ടികളെക്കാൾ ബാക്കിയാണോ ഇനി നിന്റെ സ്വഭാവം? അയ്യോ ഇല്ല പൊന്നോ, എനിക്കൊരു ദേഷ്യവുമില്ല. എപ്പോഴും നീ ഇങ്ങനെയായിരിക്കണം, എങ്കിൽ മാത്രമേ എനിക്കൊരു സമാധാനം ഉണ്ടാകൂ. അതൊക്കെ പോട്ടെ, എന്തോന്നാ ഇന്ന് കഴിക്കാനുള്ളത്? നല്ല സൂപ്പർ ഇഡ്ഡലിയും ചട്ടനിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിയും ചട്ടനിയും എന്ന് പറഞ്ഞാ പോരെ? നല്ലതാണോ സൂപ്പറാണോ എന്നൊക്കെ ഞാൻ കഴിച്ചിട്ട് പറഞ്ഞാ പോരെ? അന്ന് പോ ചേട്ടാ അവിടുന്ന്, ഞാൻ ഉണ്ടാക്കിയതല്ലേ, അത് നല്ലതല്ലാതിരിക്കുമോ? അത് കഴിച്ചിട്ട് പറയാം. എങ്കിൽ വാ, ഞാൻ എടുത്തു വെക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുട്ടികളും കൂടെ വരട്ടെ, നമുക്ക് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാം. അതാണ് അതിന്റെ ഒരു സുഖം. ശരി ശരി, എങ്കിൽ വാ. നീ അങ്ങോട്ട് നടക്ക്, ഞാനും കൂടെ സഹായിക്കാം നിന്നെ അടുക്കളയിൽ. ഷോ, എന്തെങ്കിലും രണ്ട് ലോക വിവരം അറിയാമല്ലോ എന്ന് വെച്ചിട്ട് പേപ്പർ വായിക്കാം. പക്ഷെ ഈ പേപ്പർ തുറന്നു നോക്കി എപ്പം നോക്കിയാലും കുത്തവും കൊലയും ഒക്കെയാണല്ലോ ഉള്ളത്. ഇങ്ങനെ പോയാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകും? ഇതെപ്പോഴായി നാടൊക്കെ ഒന്ന് നന്നാവുക? അച്ഛാ അച്ഛാ, ഒന്നിങ്ങോട്ട് നോക്കച്ചാ. ആരിത്? അച്ഛന്റെ സുന്ദരിക്കുട്ടി റെഡിയായോ? റെഡിയായല്ലോ. അച്ഛൻ എന്റെ യൂണിഫോം ഒക്കെ കണ്ടോ? എങ്ങനെയുണ്ടിത്, രസമുണ്ടോ? അച്ചോടാ, അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? അച്ഛന്റെ സുന്ദരി മോളല്ലേ? അല്ലെങ്കിലും എന്റെ രണ്ട് മക്കൾക്കും ഈ അച്ഛന്റെ സൗന്ദര്യമാ കിട്ടിയത്. നിങ്ങൾ അമ്മയെ പോലെ ആവാതിരുന്നത് നന്നായി. അമ്മ ഇത് കേൾക്കണ്ട. അച്ഛാ നോക്കച്ചാ, അച്ഛൻ ഇത് കണ്ടോ? ഞങ്ങൾക്ക് ഇപ്രാവശ്യം സ്കൂളിൽ യൂണിഫോമിന്റെ കൂടെ കോട്ടുണ്ട്. ഞാൻ കണ്ടു. അതിലേ ഞാൻ പറഞ്ഞത് നന്നായിട്ടുണ്ടെന്നേ. കുഞ്ഞാറ്റയുടെ യൂണിഫോമിന് ഇങ്ങനെ കോട്ടുണ്ടോ? ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ട് കോട്ട്. എന്നിട്ട് അവളെവിടെ? അവൾ ഇതുവരെ റെഡിയായില്ലേ? അവളില്ലേ അച്ഛാ, നേരം വെളുത്തപ്പ തൊട്ട് കണ്ണാടിയുടെ മുന്നിലാ. കണ്ണാടിയുടെ മുന്നിലോ? അവിടെ നിന്നും എന്താക്കുകയാ? എന്റെ അച്ഛാ, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എന്താക്കാനാ? അവളെ ഒരു കുപ്പി പൗഡർ തീർത്തു. ആഹാ, അത് ശരി, അതാണോ പരിപാടി? അതെ അച്ഛാ, ഞാൻ പിന്നെ കളറുള്ളത് കൊണ്ട് എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. ഡി കുഞ്ഞാറ്റെ, എന്തൊക്കെയാണ് നീ ഇവിടെ നിന്ന് വിളിച്ചു കൂവണത്? നീ കണ്ടോടി ഞാൻ പൗഡർ ഇടണത്? ആ കുപ്പിയിട്ട പൗഡർ മുഴുവൻ തീർത്തത് നീയല്ലേ? അച്ഛാ അച്ഛാ, ഇവള് പറഞ്ഞ മുഴുവൻ നുണിയാണ്. ഇവളാണ് രാവിലെ മുതലേ കണ്ണാടിക്ക് മുന്നിലുള്ളത്. എത്ര സമയമായെന്നോ കണ്ണെഴുതി പൊട്ടും തൊട്ട് അവിടെ നിൽക്കുന്നു. നേരാണ് കുഞ്ഞാവി ഇവള് പറഞ്ഞത്. അത് പിന്നെ അച്ഛാ, ഞാൻ കുറച്ചു സമയം കണ്ണാടിക്ക് മുന്നിൽ നിന്നെന്നുള്ളത് സത്യമാണ്. അല്ലാതെ ഞാൻ കണ്ണെഴുതി പൊട്ടൊന്നും തൊട്ടിട്ടില്ല. അതൊക്കെ ഇത് ഇവളാണ് ചെയ്തത്. അല്ല നീയാണ് ചെയ്തത്. പിന്നെ എനിക്ക് നിന്നെ പോലെ കണ്ണാടിയുടെ മുന്നിൽ വെച്ച് ഒരുങ്ങണല്ലോ സുന്ദരിയാവാൻ. ഞാൻ അല്ലെങ്കിലേ സുന്ദരി തന്നെയാ. കണ്ടാലും മതി സുന്ദരിയുടെ ഒരു മോന്ത. നിന്റെ മോന്ത കണ്ടാലേ പശു കാടി വെള്ളം കുടിക്കത്തില്ല. പിന്നെ നിന്റെ മോന്ത കണ്ടാലാണല്ലോ പശു വെള്ളം കുടിക്കാം. മക്കളെ, എന്തു വായത്? ഒന്ന് നിർത്തുമോ? നിങ്ങളിങ്ങനെ ഈ വീടിനെ വെറും ചന്ത പോലെ ആക്കല്ലേ. അച്ഛ കണ്ടില്ലേ, ഇവളാണ് എല്ലാത്തിനും കാരണം. തുടങ്ങിയ രണ്ടും കൂടെ വീണ്ടും അവളാണ് കാരണം ഇവളാണ് കാരണം എന്ന് പറഞ്ഞിട്ടേ. എന്റെ ദൈവമേ, എനിക്ക് എപ്പോഴാണോ ഇതിൽ നിന്നൊരു മോചനം കിട്ടാ? സൂമേ, എന്നെ ഒന്ന് രക്ഷിക്കടി. ഇത് നിങ്ങൾ കുറെ സമയമായി വഴക്ക് തുടങ്ങിയിട്ട്. അത് കൊള്ളാലോ. നിങ്ങളല്ല മനുഷ്യ പറഞ്ഞത് കുട്ടികളോട് മര്യാദയ്ക്ക് നിൽക്കണം, കാട്ടുപോത്തിന്റെ സ്വഭാവം കാണിക്കരുതെന്നേ. ഇപ്പൊ മനസ്സിലായോ ഇത് നിങ്ങളോട് ഞാൻ എന്താ അങ്ങനെ നിൽക്കണതെന്ന്? ഏത് സമയം നോക്കിയാലും തല്ലുപിടുത്തമാണ്. രണ്ടിനും സ്കൂൾ പോകാൻ സമയമായിട്ടില്ലേ? ഈ വെക്കേഷനൊക്കെ എങ്ങനെയാ കഴിച്ചു കൂട്ടിയതെന്ന് എനിക്ക് പഠിച്ചവന് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോഴൊന്ന് സമാധാനമായത്, സ്കൂൾ തുറന്നല്ലോ. എന്തോന്നാ രണ്ടും കൂടെ ഉണ്ട കണ്ണ് വെച്ച് തുറച്ചു നോക്കുന്നത്? നിങ്ങൾക്ക് പോകാൻ സമയമായില്ലേ? ഇല്ല, ഞങ്ങളുടെ ബസ് വരണ്ടേ. ഇനിയുമുണ്ട് 15 മിനിറ്റ്. കണക്കായിപ്പോയി. എങ്കിൽ വേഗം പോയി ബാഗും ബുക്കും കൊടയും ഒക്കെ എടുത്തു വെക്ക്. ടീച്ചറിനടുത്ത് ബാഗിൽ വെച്ചോ? ഇല്ല, അതൊക്കെ അമ്മയുടെ പണിയല്ലേ, അമ്മയല്ലേ എടുത്ത് വെച്ച് തരേണ്ടത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ടിഫിനിലും ഇട്ട് മേശപ്പുറത്ത് എടുത്ത് വെച്ചില്ലേ? അത് എടുത്തിട്ട് നിങ്ങൾക്ക് ബാഗിൽ വെച്ചുകൂടെ? അതിന് ഞാൻ തന്നെ മെനക്കെടണോ? രണ്ടിന്റെ മുഖം എന്തെങ്കിലും കടന്നൽ കുത്തിയതുപോലെ. രണ്ട് പേരോടാ പറയുന്നത്, മര്യാദയ്ക്ക് മേശമ പോയിട്ട് ഭക്ഷണം എടുത്തിട്ട് ബാഗിൽ എടുത്ത് വെച്ചോ. ഇനിയിപ്പോ അവിടെ പോയിട്ട് എന്ത് വഴക്കാണാവോ ഉണ്ടാക്കുക? സൂമേ, ഇത് എന്താണ് ഇവരിങ്ങനെ? നിങ്ങളല്ലേ മക്കള്, വേറെന്തോന്ന് അത് തന്നെ കാരണം. സൂമേ, എന്തിനാണ് നീ ഇങ്ങനെ എന്നെ വഴക്ക് പറയണത്? അല്ലാതെ പിന്നെ എന്തോന്ന് മനുഷ്യ ഇത്? ഇങ്ങനെയുണ്ട് എവിടെയെങ്കിലും കുട്ടികളെ? അയ്യോ, ദേ ബസിന്റെ ഹോണല്ലേ കേൾക്കുന്നത്? അതെ. എടി കുഞ്ഞാറ്റേ ഒന്ന് ഓടി വാ, ബസ് വന്നിട്ടുണ്ട്. ദാ വരണമ്മ. മതിയടി, ഒന്ന് വേഗം വാ, ഇപ്പൊ നിങ്ങളെ കൂട്ടാതെ ബസ് പോകും. എന്തിനാ അമ്മ ഇങ്ങനെ വിളിച്ചു കൂവണത്? ഞങ്ങൾ വന്നില്ലേ? ഇന്നെ വിളിച്ചു കൂവാതെ നിങ്ങളെയും കാത്തിട്ട ബസ് പുറത്ത് നിൽക്കുന്നത്. ഒന്ന് വേഗം ചെല്ലേ. മക്കളെ, നിങ്ങളൊക്കെ എടുത്തോ? എടുത്തച്ചാ. അച്ഛാ അമ്മ ഞങ്ങൾ പോണ് കേട്ടോ. ശരി മക്കളെ, ശ്രദ്ധിച്ചു പോണേ. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. പാവം കുട്ടിയോട്.
അവരെ അങ്ങനെയൊന്നും വഴക്ക് പറയണ്ടായിരുന്നു. സുമേഷ് ചേട്ടാ, എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്താതെ, എനിക്ക് സങ്കടമാകും. സാരില്ലടി, നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. എനിക്കറിയാം നീ മക്കൾ നന്നാവാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇതൊക്കെ. അതെ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിനക്ക് ഞാനില്ലേ, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. എനിക്കും ഓഫീസിൽ പോകാൻ സമയമായില്ലേ, ഞാനും പോയി റെഡിയാവട്ടെ. എങ്കിൽ വാ, ഞാൻ റെഡിയാക്കി തരാം. അയ്യോ, എന്തുവാ ഇത്? ഈ പെണ്ണ് ലഞ്ച് ബോക്സ് എടുക്കാതെയാണ് സ്കൂളിലേക്ക് പോയത്. ഞാൻ 10,000 പ്രാവശ്യം അവളോട് പറഞ്ഞതല്ലേ ഇത് എടുക്കാതെ പോകരുത് പോകരുത് എന്ന്. എന്നിട്ടും ഇത് എടുക്കാതെയാണ് അവൾ പോയത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? രാവിലെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. കുട്ടിക്ക് വിശക്കില്ലേ? ചേട്ടാ, 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 ഒന്നിങ്ങോട്ട് വന്നേ. എന്തുവാ സുമേ നീ ഇങ്ങനെ വിളിച്ചു പോകണത്? എനിക്ക് ഓഫീസിൽ പോകാൻ സമയം ലേറ്റായി. അയ്യോ ചേട്ടാ, നിങ്ങളിത് കണ്ടോ? കുഞ്ഞാവ ലഞ്ച് ബോക്സ് എടുക്കാതെയാണ് സ്കൂളിലേക്ക് പോയത്. ഹാ, അതേതായാലും നന്നായി. കുഞ്ഞാവാൻ പറഞ്ഞതാണോ അതോ നീ അടുത്ത് വെക്കാൻ പറഞ്ഞതോ? ഇനിയിപ്പോ താത്തിക്കാനൊന്നും നേരെയില്ല. എങ്ങനെയെങ്കിലും ചേട്ടന് മോൾക്ക് ആ ഫുഡ് കൊണ്ടുപോയി കൊടുക്ക്. പിന്നെ എനിക്കിവിടെ ഇപ്പൊ തന്നെ സമയം വൈകിയിരിക്കാം. ഇനിയിപ്പോ സ്കൂളിലേക്കൊന്നും പോകാൻ എനിക്ക് സമയമില്ല. എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് എത്തണം. എന്റെ പൊന്നേട്ടാ, എങ്ങനെയും കൊടുത്തിട്ടൊന്ന് പോ, അല്ലെങ്കിൽ മോൾ ഉച്ചക്ക് ഫുഡില്ലാതെ വിശന്നിരിക്കില്ലേ? എന്റെ സുമേ, ഇതൊക്കെ നീ ഓർത്ത് ചെയ്യണ്ടേ? ഇപ്പോഴാണ് ഇതൊക്കെ ഓർക്കണത്. ഒരു കാര്യം ചെയ്, ഞാൻ കാർ എടുത്തിട്ട് ഓഫീസിൽ പോയിക്കോളാം. നീ ആ സ്കൂട്ടി എടുത്തിട്ട് മോക്ക് സ്കൂളിൽ ലഞ്ച് പോയി കൊടുക്ക്. എനിക്ക് ഒട്ടും സമയമില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ പോകുമ്പോ കൊടുത്തേനെ. ഞാനോ? ഞാൻ കുറേ നാളായില്ലേ ചേട്ടാ സ്കൂട്ടി എടുത്തിട്ട്, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഒരു പേടി. ഓ പിന്നെ അങ്ങനെ പേടിച്ചിരുന്നാ പറ്റില്ലല്ലോ. നീ മര്യാദയ്ക്ക് സ്കൂട്ടർ ഓടിച്ചിട്ട് മോക്ക് പോയി ഫുഡ് കൊടുക്ക്, അല്ലെങ്കിൽ മോള് വിശന്നിരിക്കും കേട്ടോ. എന്നാ ഓക്കെ, ഞാൻ പോട്ടെ, സമയം ഒരുപാടായി. ശരി എന്നാൽ. എനിക്ക് സ്കൂട്ടി ഓടിക്കുന്ന കാര്യം ഓർക്കുമ്പോ പേടിയാവാ. അങ്ങനെ പേടിച്ചിരുന്നാ പറ്റില്ലല്ലോ. ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ തന്നെ ചെയ്യണ്ടേ. എന്തായാലും കുഴപ്പമില്ല, ഒന്നേ ബൈക്ക് ഓടിച്ചിട്ട് തന്നെ വേറെ കാര്യം. സുമേ, ഞാൻ പോകാം കേട്ടോ. ആ ഓക്കെ ചേട്ടാ. എന്തായാലും സ്കൂട്ടി ഓടിക്കല്ലേ, അപ്പൊ ഒന്ന് ഒരുങ്ങിയിട്ട് തന്നെ ഓടിക്കാം. ഞാൻ വേഗം പോയി പണിയൊക്കെ തീർക്കട്ടെ, എന്നിട്ട് വേണം കുളിച്ച് റെഡിയായിട്ട് സ്കൂട്ടിയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ. പോകുന്ന പോക്കിൽ 1-2 സ്ഥലത്തും കൂടെ പോകാം, ഒന്ന് ഷൈൻ ചെയ്യാലോ. ഏത് ഡ്രസ്സാ ഇന്ന് ഇടുക? കുറച്ച് ഫ്രീക്കത്തിയായിട്ട് പോയാലോ? അതാകുമ്പോൾ കുട്ടികൾക്കും ഒരു സന്തോഷമുണ്ടാകും. തറവാട്ടിലെ രമയുടെ കല്യാണത്തിനെടുത്ത് മിടിയിടാം. അതാകുമ്പോഴേ എന്നെ കണ്ട 10 വയസ്സ് കുറഞ്ഞതുപോലെയാണ്. അതെവിടെയാണോ വെച്ചത്, അതിട്ടിട്ട് വേഗം റെഡിയാകാം. ദൈവമേ കാത്തോളനെ, കുറെ ദിവസമായില്ലേ ഞാൻ സ്കൂട്ടിയൊക്കെ ഓടിച്ചിട്ട്. പേടിച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാം. ഞാൻ എടുക്കേണ്ട പണി ഞാൻ തന്നെ ചെയ്യണ്ടേ. എന്ത് രസമായി വണ്ടി ഓടിച്ച് പോവാൻ. ഇത്രയും കാലം എന്തേ ഞാൻ ഈ വണ്ടി ഓടിക്കാതിരുന്നത്? ഇപ്പോഴല്ലേ ഇതിന്റെ ഒരു സുഖം മനസ്സിലാവണത്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. അയ്യോ, അതെന്നാ പോലീസല്ലേ നിക്കണത്? അയ്യോ, ഞാൻ പെട്ടോ. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്നാ സാറേ, എന്നാ കുഴപ്പം? എടോ, തന്റെ ഹെൽമെറ്റ് എവിടെയാ? അതെ, ഹെൽമെറ്റ് ഞാൻ മറന്നു. എന്ത്? ഹെൽമെറ്റ് മറന്നു പോയെന്നോ? തന്റെ ലൈസൻസ് എവിടെയാ? ലൈസൻസ് വീട്ടിലാ സാറേ ഉള്ളത്. ഹാ, ബെസ്റ്റ്. ഹെൽമെറ്റ് മറന്നും പോയി, ലൈസൻസ് വീട്ടിലാ ഉള്ളത് അല്ലേ? അയ്യോ സോറി സാറേ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. എന്റെ മോളുടെ സ്കൂളിൽ പോയതാണ് സാറേ, അവള് ഫുഡ് മറന്നു വെച്ച് പോയിട്ടത് കൊടുക്കാൻ. അയ്യോ സോറി സാറേ. ഹാ, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹെൽമെറ്റ് വെക്കാതെ പുറത്തു പോകുന്നത് എത്ര ശിക്ഷാർഹമാണെന്ന് തനിക്കറിയോ? അറിയാ സാറേ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഹാ, ഒരു കാര്യം ചെയ്, ഫൈൻ അടച്ചിട്ട് പോയിക്കോ. അയ്യോ ഫൈനോ? പിന്നല്ലാണ്ട് ഹെൽമെറ്റും ഇല്ല ലൈസൻസും ഇല്ല, അപ്പൊ എനിക്ക് ഫൈൻ അടക്കാനും വയ്യേ? അല്ല സാറേ, ഞാൻ അടച്ചോളാം. ഹാ, അങ്ങനെ മര്യാദയ്ക്ക് വഴിക്കുവാ, എന്നിട്ട് വേഗം ഫൈൻ അടിച്ചിട്ട് പോയിക്കോ. ഈ മുറ്റം തൂത്ത് തൂത്ത് ഞാൻ മടുത്തു. തൂത്ത് തൂത്ത് എന്റെ നടു ഒടിഞ്ഞു. ഇതൊക്കെ ആരോട് പറയാൻ? ഇവിടുത്തെ മുഴുവൻ ജോലിയും ഞാൻ തന്നെ ചെയ്യണ്ടേ? സമാധാനമായി. ഇനി 2 ദിവസത്തേക്ക് മുറ്റം തൂത്ത് വരണ്ടല്ലോ. മമ്മി വന്നോ കുട്ടിപ്പട്ടാളം? ഞങ്ങൾ വന്നല്ലോ. മമ്മി മുട്ടി മടിക്കുമായിരിക്കുമല്ലേ? അല്ലടി, കണ്ടിട്ട് നിനക്ക്
നിനക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഇവിടെ നിന്നും തിരുവാതിര കളിക്കാം. മമ്മി, എന്തോന്ന് മമ്മി ഇത്? എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചാണ് എന്നെ ഇൻസൾട്ട് ചെയ്യണത്. പിന്നെ ഇമ്മാതിരി ചോദ്യം ചോദിച്ചാൽ നിന്നോട് ഞാൻ എന്തോന്നാ പറയേണ്ടത്? ഇത് എവിടെയായിരുന്നു ഇത്രയും സമയം നിങ്ങള്? ഞങ്ങളെ കളിക്കായിരുന്നു മമ്മി. അതെ കമലമ്മ, ഞങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. എടി കുഞ്ഞാവേ, ഇനി നമുക്ക് പോകാം. ആഹാ, അത് ശരി, നിങ്ങളുടെ കളിയൊക്കെ കഴിഞ്ഞോ? ഞങ്ങൾ കുറെ സമയമായി കളിക്കുന്നു. ഇനി ഞങ്ങൾ പോവുകയാണ്. എങ്കിൽ പോകല്ല, ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? അതെ, 2 ദിവസം മുന്നേ ഞാൻ തറവാട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് നല്ല മൂത്ത ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോ നല്ല പഴുത്ത് പാകമായിട്ടുണ്ടാകും. അത് കഴിച്ചിട്ട് പോകാം നിങ്ങൾക്ക്. ഹായ്, ചക്കയോ? വരിക്ക ചക്കയാണോ പഴം ചക്കയാണോ? എടാ കൊതിയ, നിനക്ക് പേര് ചക്കയാളെന്താ? നീ കഴിക്കാതിരിക്കോ? അല്ല, നമ്മള് വെറുതെ ഒരു വിശേഷം ചോദിച്ചതാ. നല്ല ഒന്നാതരം തേൻ വരിക്കയാണ്. അത് കഴിച്ചിട്ട് പോകാം നിങ്ങൾക്ക്. അതെനിക്ക് ഒറ്റയ്ക്ക് നന്നാക്കാൻ പാടാ. നിങ്ങളും കൂടെ ഉണ്ടെങ്കിലേ വേഗം പണി തീരും. ശരി കമലമ്മ, എങ്കിൽ ഞങ്ങളും കൂടെ സഹായിക്കാം. നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ ആ ചക്ക എടുത്ത് കൊണ്ടുവരാം. എത്ര ദിവസമായി നമ്മള് ചക്ക കഴിച്ചിട്ട്? ചക്കാന്ന് കേൾക്കുമ്പോഴേ വായിന്ന് വെള്ളം വരുന്നു. മക്കളെ, ചക്ക വന്നു. ഇവിടെ നിന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി കഴിക്കാം. അങ്ങനെയാവുമ്പോഴേ ഇതിന്റെ വെളിനീരൊന്നും അകത്തൊന്നും ആവത്തില്ല. എങ്കിൽ വേഗം ചക്ക മുറിക്കും മമ്മി. നല്ലോണം പഴുത്തിട്ടുണ്ട് ഇത്. ഹായ്, നല്ല മണമുണ്ട്. ഞാനേ ഈ ചക്ക മുറിച്ച് പീസ് പീസാക്കിയിട്ട് അങ്ങോട്ട് തരാം. മക്കളെ, ചുള തിരിച്ചാ പാത്രത്തിൽ ഇട്ടാ മതി കേട്ടോ. ശരി മമ്മി. മമ്മി പീസാക്കി ഇങ്ങോട്ട് താ. ഞങ്ങളതേ മുറിച്ച് ഇതിലിടാം. മക്കളെ, കയ്യിൽ നന്നായി വെളിച്ചെണ്ണ തൂവിക്കോ, അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ വെളിഞ്ഞും പറ്റും. മതി മമ്മി, എന്റെ വയറ് പൊട്ടാറായി. ഇനി എനിക്കൊന്നും വേണ്ട. ഞങ്ങൾക്കും വേണ്ട. എന്റെ വയറ് ചക്ക പോലെയായി. ഇനി ഞങ്ങൾ പോവാ. അപ്പൊ ഇതിങ്ങൾ ഇത്രയും നേരം നന്നാക്കി ചക്ക എവിടെ പോയി? അത് മുഴുവൻ ഇതിങ്ങൾ നാട്ടിലേക്ക് പോയോ? ഒരൊറ്റ എണ്ണം പോലും ബാക്കിയില്ലല്ലോ. പിള്ളേരെ, ഈ മടലും ചക്കക്കൂരും കൂടെ തിന്നോ? അത് മാത്രം തന്നെ ഇവിടെ ഇങ്ങനെ ബാക്കി വെച്ചിരിക്കണത്. വയറ് ഫുള്ളായി. ഇനി നമ്മൾ പോവാട്ടോ. എവിടെ പോകലടാ, കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് പോകാം. എടി, വീട്ടിൽ നിന്ന് അന്വേഷിക്കുന്നുണ്ടാകും. പിന്നെ അവർക്കറിയില്ലേ നിങ്ങൾ ഇവിടെ ഉണ്ടാവുക എന്ന്. സമയം എന്തോരമായെന്ന് നിനക്ക് വല്ല വിചാരമുണ്ടോ? അതെ, ഞമ്മക്ക് കുറെ ഹോംവർക്ക് ഒക്കെ ചെയ്യാനുണ്ട്. സ്കൂളൊക്കെ തുറന്നില്ലേ? ഇപ്പൊ വിചാരിക്കാ സ്കൂൾ തുറക്കണ്ടായിരുന്നു എന്ന്. ഒന്നിന് സമയമില്ലടി. രാവിലെ എഴുന്നേൽക്കണം, കുളിക്കണം, ഭക്ഷണം കഴിക്കണം, സ്കൂളിൽ പോകണം. ആകെ കുറച്ച് സമയം വൈകുന്നേരം കിട്ടുന്നതാ. ഇപ്പൊ രാത്രി ആയ തുടങ്ങും ഉമ്മച്ചി പഠിക്ക് എന്ന് പറഞ്ഞ്. ഏടാ, ഇത് തന്നെയാ ഞങ്ങളുടെ വീട്ടിലത്തെയും അവസ്ഥ. ഇത് തന്നെയാണ് ഇവിടുത്തെയും അവസ്ഥ. അതാ നമ്മൾ പറഞ്ഞത് സ്കൂൾ തുറക്കണ്ടായിരുന്നു എന്ന്. നിങ്ങൾ വരണില്ലേ? ഞമ്മള് പോവാ. അങ്ങനെ പോകാതെടാ, ഞങ്ങളും വരുന്നുണ്ട്. എങ്കിൽ വാ, നമുക്ക് പോകാം. പിങ്കി മോളെ, ഞങ്ങൾ പോവാട്ടോ. ആടി, ഓക്കെ ശരി. എങ്കിൽ നമുക്ക് നാളെ കാണാം. ടാറ്റാ. ഹായ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ നേരത്തെ എത്തിയോ? ഇല്ലടാ, ഞങ്ങൾ വരണ വഴിയാണിത്. അല്ല, നിങ്ങളുടെ യൂണിഫോം കിട്ടിയില്ലേ? ഇല്ലടി, എന്റെ യൂണിഫോം തയ്ച്ച് കിട്ടിയില്ല. ഞമ്മ യൂണിഫോം തയ്ച്ച് കിട്ടിയില്ല. ദേ നോക്കടി, ആശാ മിസ് അല്ലേ വരണത്. എവിടെ? ദാ വരണുണ്ട്. ഞമ്മക്കേ ആ മിസ്സിനെ ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. ഭയങ്കര ജാതിയും ഒരുമാതിരി കോല് പോലത്തെ ശരീരവും. ഒന്ന് മിണ്ടാതിരിടാ, മിസ് കേൾക്കും. കേൾക്കട്ടെ, ആ മിസ്സിന് ഭയങ്കര വിചാരമാണ്. പോരാത്തതിന് അഹങ്കാരവും. എടാ, നീ ഒന്ന് മിണ്ടാതിരി. മിസ് ഇങ്ങോട്ടേക്കാണ് വരണത്. കണ്ടില്ലേ മോന്ത, മുഖത്ത് ഒരു ചിരി വരെ വരണില്ല. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യണത്? നിങ്ങൾക്ക് ക്ലാസ് ഇല്ലേ? ബെല്ലടിച്ചതൊന്നും നിങ്ങൾ കേട്ടില്ലേ? ഗ്രൗണ്ടിൽ നിന്ന് എന്താ നിങ്ങൾ തിരിഞ്ഞളിക്കാനുള്ളത്? വേഗം ക്ലാസ്സിൽ പോകാൻ നോക്ക്. അത് പിന്നെ മിസ്സേ, ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോകാൻ നോക്കുകയാണ്. പിന്നെ എന്തിനാ ഇവിടെ തന്നെ നിൽക്കണത്? വേഗം ക്ലാസ്സിലേക്ക് പോടേ. ശരി മിസ്സേ. കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം? എടാ ഉസ്മാനെ, അത് നമ്മുടെ മിസ്സല്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ശരിയാണ്, അത് നമ്മുടെ മിസ് തന്നെയാണ്. പക്ഷേ ആ വിചാരമൊന്നും ആ ടീച്ചർക്കില്ലല്ലോ. അവർ നമ്മോട് നിന്ന് നിൽപ്പ് നീ കണ്ടില്ലേ? അവൻ പറഞ്ഞത് ശരിയാണ്. പോരാത്തതിന് അതുപോലെ തന്നെയുള്ള ഡ്രസ്സും. ഒരു സ്കൂളിലൊക്കെ വരുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സാണ് അവർ ധരിക്കേണ്ടത്. എടാ, അത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ടീച്ചറല്ലേ? ആ ടീച്ചർമാർ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അല്ല പിങ്കി മോളെ, നീ എന്തിനാ ആ ടീച്ചർ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? എടാ, ഞാൻ ന്യായീകരിക്കുന്നതൊന്നുമല്ല. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറല്ലേ, അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവൾ പറഞ്ഞത് ശരിയാണെടാ.
ശരി, ഇനി നമ്മളൊന്നും മുണ്ടണില്ല. എങ്കിൽ വേഗം വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇവിടെ നിന്നിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ആഹാ, ഇതെന്താ ഇന്ന് കുറെ ആള് ലീവാണല്ലോ. അത് മാത്രമല്ല, ആരും ഫുൾ യൂണിഫോമിലല്ലോ വന്നത്. മിസ്സേ, ഞാൻ യൂണിഫോം ഇട്ടിട്ടുണ്ട്. മിസ്സേ, എന്റെ യൂണിഫോം തയ്ച്ചു കിട്ടിയിട്ടില്ല, അതാണ് ഞാൻ ഇടാത്തത്. മിസ്സേ, എന്റെ യൂണിഫോമും തയ്ച്ചു കിട്ടിയിട്ടില്ല. ഹാ, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നാളെ വരുമ്പോഴേ എന്തായാലും യൂണിഫോം ഇട്ടിട്ട് വരണം. അതും ഫുൾ യൂണിഫോമിൽ തന്നെ വരണം. എടാ അപ്പുക്കുട്ട, നിന്റെ യൂണിഫോം തയ്ച്ചു കിട്ടിയില്ലേ? ഇല്ല മിസ്സേ, എന്റെ യൂണിഫോം തയ്ച്ചു കിട്ടിയിട്ടില്ല. ഹാ, ഇന്ന് ഫ്രഷ് ഡേ ആയതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കാം. എന്റെ ക്ലാസ് റൂമ് ഫുൾ നീറ്റായിരിക്കണം. നിങ്ങളുടെ കളികളൊന്നും ഈ ക്ലാസ്സിൽ നടക്കില്ല മക്കളെ. ഇല്ല മിസ്സേ, യൂണിഫോം തയ്ച്ചു കിട്ടിയാൽ ഞങ്ങൾ നിർബന്ധമായിട്ടും ഇട്ട് ഫുൾ യൂണിഫോമിൽ തന്നെ വരും. ആ ശരി ശരി. അത് ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എത്ര സമയമായെന്നോ ഞാൻ ഈ വീട് മുഴുവൻ തിരയാൻ തുടങ്ങിയിട്ട്. എവിടെയാണാവോ മമ്മി അത് ഒളിപ്പിച്ചു വെച്ചത്? മമ്മിയോട് തന്നെ ചോദിച്ചാലോ? അതാണ് നല്ലതെന്ന് തോന്നുന്നു. അല്ലാതെ വെറുതെ ഇവിടെയൊന്നും പരതിയിട്ട് ഒരു കാര്യവുമില്ല. അടുക്കളയിൽ ഒന്നും കൂടെ തിരിഞ്ഞു നോക്കിയാലോ? അവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകും. ഒന്നുകൂടെ ചെന്ന് നോക്കാം. എന്റെ ദൈവമേ, എന്റെ ഈ കാലുവേദനക്ക് ഒരു കുറവുമില്ലല്ലോ. എത്ര കാണിക്കൽ കാണിച്ചു, എന്നിട്ടും ഒരു മാറ്റവുമില്ല. എന്നാ കാലിനിത്തിരി കുഴമ്പ് തടയിത്തരാൻ ആരോടെങ്കിലും പറഞ്ഞാലോ? അതിന് മാർക്ക് സമയമുണ്ടാവില്ല. ഈ വീട്ടിലത്തെ മുഴുവൻ ജോലിയും ചെയ്യണം. ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അസുഖം പറ്റിയാൽ അത് ഞാൻ തന്നെ സഹിക്കണം. ഇതൊക്കെ എന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? അപ്പുറത്തെ വീട്ടിലത്തെ സുമയുടെ ഭർത്താവ് അവളെ തലയിലും താഴത്തും വെച്ചിട്ട് എടുത്ത് നടക്കുന്നത്. ഇവിടെയും ഉണ്ടൊരാൾ. തലയിലും താഴത്തൊന്നും എടുത്ത് വെച്ചില്ലെങ്കിലും ഈ കാലിനിത്തിരി കുഴമ്പ് തടയി തന്നാ മതിയായിരുന്നു. ഒക്കെ എന്റെ വിധി. അയ്യോ, മമ്മി ഇവിടെ ഉണ്ടായിരുന്നോ? മമ്മി കാണാതെ അടുക്കളയിലേക്ക് പോകാം. ഇനി ഈ ഷെൽഫിന്റെ ഉള്ളിൽ എങ്ങാനും ഉണ്ടാവുമോ? എന്തായാലും ഇവിടുത്തെ ഷെൽഫും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ ഉണ്ട് മമ്മി. നീയേ ഒരു കാര്യം ചെയ്, ദേ ആ ഷെൽഫിലത്തെ കുപ്പിയിൽ കുറച്ച് കുഴമ്പുണ്ട്. അതെടുത്ത് എന്റെ കാലുമേൽ ഇത്തിരി തടവി തന്നെ. കാലിന് നല്ല വേദനയുണ്ട്. ഞാൻ കുറച്ച് ബിസിയാ മമ്മി, എനിക്ക് ഇത്തിരി പണിയുണ്ട്. പണിയോ? എന്ത് പണി? അത് പിന്നെ ഞാനേ എന്റെ ഒരു പുസ്തകം പരതുകയാണ്. പുസ്തകമോ? എന്ത് പുസ്തകം? അല്ലെങ്കിൽ നിന്റെ പുസ്തകമൊക്കെ ഈ പുറകിലത്തെ ഷെൽഫിലല്ലേ ഉള്ളത്? അവിടെയൊന്നും ഇല്ലല്ലോ. നീ കുറെ സമയമായല്ലോ എന്തോ തിരയുന്നു. എന്താണത്? എന്തോ ഒരു കള്ളക്കളിയുണ്ട്. എന്താണെങ്കിലും വേഗം പറഞ്ഞോ. കള്ളക്കളിയോ? എന്ത് കള്ളക്കളി? ഹേയ്, ഒന്നുമില്ല മമ്മി. മമ്മിക്ക് വെറുതെ ഓരോന്ന് തോന്നുക. അങ്ങനെയൊന്നുമില്ല. ഞാൻ ശരിക്കും എന്റെ പുസ്തകം പരതുക തന്നെയാണ്. അതിവിടെ എവിടെയോ വെച്ച് മറന്നിട്ടുണ്ട്. അതെനിക്ക് നാളെ ആവശ്യമുണ്ട്. സ്കൂളിലത്തെ ലൈബ്രറിയിലത്തെ പുസ്തകമാ. ഞാൻ ഒന്നും കൂടെ തിരയട്ടെ, അതെവിടെയോ ഉണ്ട്. എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ. എന്താണത്? മനസ്സിലാവുന്നില്ലല്ലോ. ഒരു വിധത്തിൽ ആ മമ്മയുടെ അരികിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി ആ മുകളിലത്തെ ഷെൽഫും കൂടെ നോക്കാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും പരതി, അവിടെയൊന്നും സാധനമില്ല. ഇനി ആ ഷെൽഫും കൂടെ തുറന്നു നോക്കിയാൽ ചിലപ്പോൾ അതിലുണ്ടാകും ഞാൻ അന്വേഷിക്കുന്ന എന്റെ ലഡു. ലഡു എന്ന് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നു. ഞാൻ എടുത്ത് കഴിക്കുന്നത് കൊണ്ടാ മമ്മി അത് ഒളിപ്പിച്ചു വെച്ചത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം ചിറ്റയും ചിറ്റപ്പനും കൂടെ വന്ന് പോയപ്പോ തൊട്ട് ഞാൻ പരതുന്നതാ അവര് കൊണ്ടുവന്ന ലഡു കാണാൻ. മമ്മി അത് എവിടെയോ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അത് ഈ ഷെൽഫിലാവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഹമ്പടെ കേമി, അത് ഇവിടെയാണ് ഒളിപ്പിച്ചു വെച്ചതല്ലേ? കണ്ടുപിടിച്ചേ ലഡു, ഞാൻ കണ്ടുപിടിച്ചേ. ഏടാ ലഡുക്കുട്ടാ, നിന്നെ എന്റെ കൈ കിട്ടിട്ടോ. ഞാൻ എത്ര സമയമായിരുന്നോ നിനക്ക് വേണ്ടി ഇവിടെ ഒക്കെ തിരയുന്നു. നീ ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണല്ലേ? നീ ഇങ്ങോട്ട് വാടാ കള്ളക്കുട്ടാ. ഹായ്, നല്ല മണം. ഹമ്പടി കേമി, അപ്പ ഇതാണല്ലേ പരിപാടി? അയ്യോ മമ്മി, എന്തുവാടി നീ ഇവിടെ ചെയ്യണത്? എന്തുവാണ്? ഇതാണോടി നിന്റെ ലൈബ്രറി? താഴോട്ട് ഇറങ്ങി വാടി, താഴോട്ട് ഇറങ്ങാൻ. ഇല്ല, ഞാൻ ഇറങ്ങില്ല. നിന്നോടാ മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ചട്ട കെട്ടിട്ട് നല്ല ചന്തിക്ക് പേട വെച്ച് തരും. എവിടെയാടി നിന്റെ പുസ്തകമുള്ളത്? അത് പിന്നെ
പറഞ്ഞത്. ഇങ്ങോട്ട് ഇറങ്ങടി, ഇറങ്ങാൻ. താഴത്തേക്ക് ഇറങ്ങിയ മമ്മി എന്നെ തല്ലരുത്. തല്ലണോ തല്ലണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനാ പറഞ്ഞത്. ദാ മമ്മി ലഡു, മമ്മി കഴിച്ച ലഡു. എനിക്ക് ഇഷ്ടമല്ല ലഡു. മമ്മിക്ക് കഴിക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് ഞാനിത്. നുണ പറയുന്നോ? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. അയ്യോ മമ്മി പിച്ചല്ലേ, എനിക്ക് വേദനയാവുന്നു. അയ്യോ എന്നെ വീട് വീട്. ഇനി മേലാൽ നീ നുണ പറയുമോ? അയ്യോ മമ്മി പിച്ചല്ലേ, അയ്യോ വേദനയാവുന്നു, എന്നെ വീട്. ഞാൻ ആകെ ഒരു ലഡുവല്ലേ എടുത്തുള്ളൂ, അതിനല്ലേ മമ്മി എന്നെ ഇങ്ങനെ പിച്ചുന്നത്. ഒരു സാധനം വെച്ചാ വച്ചെടുത്തുണ്ടാവില്ല. നിന്റെ ഇടാരിൽ ഒരു ബേക്കറി ഇവിടെ വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതല്ലേ ചിറ്റ, അതുകൊണ്ടല്ലേ ഞാൻ എടുത്ത് കഴിച്ചത്. നിനക്ക് കഴിക്കാൻ വേണമെങ്കിൽ നിനക്ക് എന്നോട് ചോദിച്ചാ പോരെ, നീ എന്തിനാ മോഷ്ടിക്കാൻ നിന്നത്? അത് ഞാൻ ഇതെവിടെയും കാണാഞ്ഞിട്ട് വെറുതെ ആ ഷെൽഫിൽ നോക്കിയതാ. അപ്പതേ ആ ഡബ്ബയിലുണ്ട്, അതിൽ നിന്നൊന്ന് എടുത്തതാണ്. മമ്മിക്ക് വേണമെങ്കിൽ കഴിച്ചോ, മമ്മിക്ക് കിട്ടാത്തത് കൊണ്ടല്ലേ മമ്മി എന്നെ പിച്ചിയത്. മിണ്ടാതിരിടി, മിണ്ടാതിരിക്കാൻ. അവളുടെ ഒരു കള്ള കണ്ണീര്. ഇനി മേലാൽ ഞാൻ വെച്ച എന്തെങ്കിലും സാധനം നീ എന്നോട് പറയാതെ എടുത്താൽ ചട്ടകം ചൂടാക്കി ഞാൻ നിന്റെ ചന്തയ്ക്ക് വെച്ചു തരും. അത് മാത്രമല്ല, മേലാൽ ഇനി നുണ പറയാനും പാടില്ല. അവളുടെ ഒരു ലൈബ്രറി മണ്ണാൻ കോപ്പും നിന്റെ കണ്ണെത്തണ്ടാന്നും കൊണ്ടാ ഞാൻ ഏറ്റവും മുകളിലത്തെ ഷെൽഫിൽ തന്നെ ഇത് ഒളിപ്പിച്ചു വെച്ചത്. അവിടെയും അവളുടെ രണ്ടുണ്ട കണ്ണും എത്തിയിരിക്കുന്നു. അയ്യോ മമ്മി ഇങ്ങനെ വഴക്ക് പറയല്ലേ, എനിക്ക് ലഡു വേണ്ട. മമ്മി തന്നെ എടുത്ത ഈ ലഡു. ദാ ഈ എടുത്ത ലഡു നീ കഴിച്ചോ, എന്നിട്ട് മര്യാദയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് പഠിക്ക്. ഇനി എന്നോട് ചോദിക്കാതെ എടുക്കാൻ പാടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ശരി ശരി മമ്മി. എങ്കിൽ നിന്ന് മോങ്ങാതെ പോയിരുന്ന് പഠിച്ചോ. രണ്ട് ചീത്ത കിട്ടിയാലെന്താ, ഒരു ലഡു കിട്ടിയല്ലോ, അത് മതി എനിക്ക്. എന്താ നാടി നിന്ന് പെരുവിറക്കണത്? ഏയ് ഒന്നുമില്ല മമ്മി, ഞാൻ പഠിക്കുകയാണെന്ന് പറയായിരുന്നോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഇതെന്തൊരു ബേക്കറി തിന്നലാണ്. കാണുന്ന ബേക്കറി മുഴുവൻ കയറ്റും, എന്നിട്ടോ ഭക്ഷണം കഴിക്കത്തില്ല. മുഴുവൻ ഒറ്റയടിക്ക് എടുത്ത് തിന്നണ്ടെന്ന് കൊണ്ടാണ് ഞാനത് മുകളിലത്തെ ഷെൽഫിൽ എടുത്ത് വെച്ചത്. പക്ഷെ അവിടെ ഇന്നത്തിന്റെ കണത്തി കൂരുതം കെട്ടവള്. എന്റെ ദൈവമേ, ഇനി അടുക്കളയിൽ പുതിയൊരു ഷെൽഫും കൂടെ കൂട്ടേണ്ടി വരും. ഒക്കെ അതിൽ കയറ്റി ഒളിപ്പിച്ച് വെച്ചിട്ട് താക്കോലും കൊണ്ട് നടക്കുന്നതാണ് എനിക്ക് ഉത്തമം. അയ്യോ ബിറ്റ് ബിറ്റ്, ഇതെന്തൊരു ബിറ്റാണ്. ഓരോരോ റീൽസേ. ഈ അഴകിയ ലൈലയുടെ റീൽസ് കാണാൻ നല്ല രസമുണ്ട്. ആ അഴകിയ ലൈല, ഇവളെന്തൊരു രസമാ. ഓ അവളുടെ ഒരു അഴകിയ ലൈല. പഠിക്കാനാണെന്നും പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഇവൾ ഇവിടുന്ന് റീൽസ് കാണുകയാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം നിന്റെ അഴകിയ ലൈലയെ. ഡീ കുഞ്ഞാവേ കുഞ്ഞാവേ. അയ്യോ ഇവളോ? അതെടി ഞാൻ തന്നെ. നീയേ പഠിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചത് ഇതിനാണല്ലേ. ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞെടുക്കും നീ ഇവിടെ റീൽസും കണ്ട് ഒത്തിരിക്കുകയാണെന്ന്. എന്ത് റീൽസോ? ആര് പറഞ്ഞു ഞാൻ റീൽസ് കാണുകയാണെന്ന്? ഞാനേ പഠിക്കുകയാ. നിന്റെ പുസ്തകത്തിൽ എവിടെയാണ് ഈ ലൈലയെ കുറിച്ച് പഠിപ്പിക്കുന്നത്? എന്ത് ലൈലയെ കുറിച്ചോ? എന്റെ പുസ്തകത്തിലൊന്നുമില്ല ലൈലയെ കുറിച്ചൊന്നും. ആ അത് തന്നെ ഞാനും പറഞ്ഞത്. നീ ഇവിടെ നിന്നോ അഴകിയ ലൈലയുടെ റീൽസും കണ്ട് കുത്തിരിക്കുകയല്ലേ, എനിക്കൊക്കെ മനസ്സിലായി. ആഹാ നിനക്ക് എന്ത് മനസ്സിലായെന്ന്? ഞാൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക തന്നെയാണ്. എനിക്ക് ഫോണിൽ നോക്കിയിട്ട് കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ട്, ഞാൻ അത് ചെയ്യുകയാണ്. ഓ പിന്നെ നീ നുണ പറഞ്ഞുരുളുകയൊന്നും വേണ്ട, എനിക്കൊക്കെ മനസ്സിലായി. നീയേ ഫോണിൽ നോക്കി പഠിക്കാനുണ്ടെന്നും പറഞ്ഞിട്ടല്ലേ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചത്. എന്നിട്ട് ബുക്ക് അവിടെ തുറന്നു വെച്ചിട്ട് എന്നിട്ട് നീ ഇവിടുന്ന് റീൽസ് കാണുന്നു, എനിക്കൊക്കെ മനസ്സിലായി. ഞാനൊക്കെ കണ്ടതാണ്, അതുകൊണ്ട് നീ ഇനി എന്നോട് പറയാൻ നിൽക്കണ്ട. കണക്കായിപ്പോയി കണക്കായിപ്പോയി. കണ്ടിട്ടുണ്ടെങ്കിലേ നീ കണ്ട പോലെ അവിടെ തന്നെ നിന്നോ. ഓഹോ എന്നോട് തർക്കുത്തരം പറയുന്നോ? നിനക്ക് ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. അമ്മ അമ്മ ദേ അമ്മ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഈ കുഞ്ഞാവ ഇവിടെ നിന്ന് പഠിക്കാതെ ഫോൺ കാണുകയാണ്. എടി കുഞ്ഞാവേ, നിന്നോട് അമ്മ ഇവിടെയൊക്കെ ഒന്ന് തൂത്തു വരാൻ പറഞ്ഞു. എന്ത് തൂത്തു വരാനോ? അതും എന്നോടോ? അതെ നിന്നോട് തന്നെ. അതെന്തേ കൊച്ചമ്പ്രാട്ടി തൂത്തു വാരിയത് കൊച്ചമ്പ്രാട്ടിയുടെ കൈത്തെ വളം ഊരി പോകുമോ? ആഹാ എനിക്കൊന്നും വയ്യ, എനിക്ക് കുറെ പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ അമ്മ അത് നിന്നോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ എന്റെ തലയിൽ ഇടാനൊന്നും നോക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. മര്യാദക്ക് ഇവിടൊക്കെ തൂത്തു വരിക്കോ, അല്ലെങ്കിൽ അമ്മയോട് ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് 100 കൂട്ടം പഠിക്കാനുണ്ട്. ഓ അവളുടെ പറച്ചിൽ കേട്ടാ തോന്നും അവൾ IASന്റെ എക്സാമാണ് എഴുതാൻ പോകുന്നതെന്ന്. നിനക്ക് എന്തുവാടി ഇത്രമാത്രം പഠിക്കാനുള്ളത്? അതൊന്നും നീ അറിയണ്ട. പാഠപുസ്തകങ്ങളാവുമ്പോഴേ അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടാകും. അല്ലാതെ നിന്നെ പോലെ ബാക്ക് ബെഞ്ച് അല്ല ഞാൻ.
ഓ പറയും വേണ്ട, ഒരു പഠിപ്പിച്ച് വന്നിരിക്കുന്നു. എടി, കഴിഞ്ഞ എക്സാമിന് നിനക്ക് എന്തുവാ കിട്ടിയത്? പേപ്പറിൽ വലിയ ആന മുട്ടയല്ലേ? അത്രയും വലിയൊരു മുട്ട നിന്റെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് വലിയ പഠിപ്പിച്ചാണ് പോലും പഠിപ്പിച്ച്. മര്യാദക്ക് നിന്നോട് ഫോൺ ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ട് ഇവിടെ ഒക്കെ തൂത്തു വരിക്കോ, അല്ലെങ്കിലേ നിന്റെ ഈ മുട്ട കിസ ഞാൻ നാട് മുഴുവൻ പാട്ടാക്കും. അത് പിന്നെ അത് എനിക്ക് മാത്രമല്ലല്ലോ, എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും മുട്ട തന്നെയാ കിട്ടിയത്. എടി, നിന്റെ ക്ലാസ് എന്താ കോഴിക്കൂടാണോ ഇങ്ങനെ എല്ലാവരും മുട്ടയിട്ട് തരാൻ? നീ ഒന്ന് ശല്യപ്പെടുത്താതെ പോയനെ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. നീയേ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കാൻ ഇങ്ങോട്ടേക്ക് വരണ്ട. വരും വരും വരും, നിന്നോടാ മര്യാദക്ക് ഇവിടെ ഒക്കെ തൂത്തു വരാൻ പറഞ്ഞത്. ആ ഫോൺ ഇങ്ങോട്ട് താ. നിനക്ക് പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നീ ഇവിടെ ഒക്കെ തൂത്തു വരിയാ മതി. അതുവരെ ഫോൺ എന്റെ കയ്യിലിരിക്കട്ടെ. അവളുടെ ഒരു റീൽസ് കാണൽ. ഇനി കുറച്ച് റീൽസ് ഞാൻ കാണട്ടെ. അഴകിയലായില്ല അവളി വളത് സ്റ്റൈല സന്തന വെയില ഇവൾ മന്മത പുയല അടടാ പൂവിൻ മാനാടാ. എടി കുഞ്ഞാവേ, നീ അവിടെ വൃത്തിക്കൊക്കെ തൂത്തു വരണേ. അങ്ങനെ അവള് ഫോണും കൊണ്ട് പോയോ? ഓ, എനിക്ക് എട്ടിന്റെ പണി കിട്ടിയല്ലോ. എനിക്കെങ്ങും വയ്യ ഇവരുടെ തൂത്തു വരാൻ. ഞാനെങ്ങും തൂത്തു വരില്ല. എന്നെ പറ്റിച്ചിട്ട് ഫോണും കൊണ്ട് മുങ്ങിയതാണ് അവൾ. അമ്മ അമ്മ, ഈ അമ്മ എന്താ വിളിച്ചിട്ട് അനങ്ങാത്തത്? എടി കുഞ്ഞാറ്റെ, നിക്കടി അവിടെ. നിന്നോട് മര്യാദയ്ക്ക് ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറഞ്ഞത്. ഒന്ന് പോടി അവിടുന്ന്. നീയേ നിന്നോട് പറഞ്ഞ പണി ചെയ്. നീ അവിടെയൊക്കെ തൂത്തു വരിക്കോ, എനിക്ക് ഇതിൽ കുറച്ച് പണിയുണ്ട്. അങ്ങനെ നീ ഒറ്റയ്ക്ക് റീൽസ് കാണണ്ട, ഞാൻ അതിന് സമ്മതിക്കില്ല. അല്ലെങ്കിലും നിന്റെ സമരം മാർക്ക് വേണടി. നിന്നോടാ മര്യാദയ്ക്ക് പണി തീർക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നീ ഇത്രയും സമയം ഫോണും കണ്ട് കുത്തിരുന്നതാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. അയ്യോ, എട്ടിന്റെ പണി കിട്ടിയല്ലോ. അതെ, എത്ര സമയമായി നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു? നമുക്ക് പുറത്ത് നിന്ന് എന്തെങ്കിലും കളി കളിച്ചുകൂടെ? അകത്തിങ്ങനെ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്നില്ലേ? ശരിയാണ്, പിങ്കിമോൾ പറഞ്ഞ ശരിയാണ്. നമുക്ക് എന്തെങ്കിലും കളി കളിച്ചാലോ? ഈ നമ്മളില്ല മുറ്റത്തോട്ട്. മുറ്റത്ത് മഴ പെയ്തിട്ട് ആകെ ചളിയും വെള്ളവും ഒക്കെയാണ്. ചെളി മുഴുവൻ നമ്മുടെ കാലിൽ പറ്റി പിടിക്കും. എനിക്കത് ഇഷ്ടമല്ല. ഇവൻ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് ഞാനുമില്ല കളിക്കാൻ. അത് മാത്രമല്ല, ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഞാൻ അവളെയും കാത്തിരിക്കുകയാണ്. എനിക്കൊന്നും വയ്യ നിങ്ങളുടെ കൂടെ കളിക്കാൻ. നിങ്ങൾ പോയി കളിച്ചോ. ഒരു വലിയ ജാടക്കാര്. എടി കുഞ്ഞാവേ, നീ കളിക്കാനുണ്ടെങ്കിൽ വാ, നമുക്ക് കളിക്കാം. ഇവരില്ലെങ്കിൽ വേണ്ട, ഇവർ രണ്ടുപേരും ഇവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് രണ്ടുപേർക്കും പോയി ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാം. മഴ പെയ്തത് കൊണ്ട് ഗ്രൗണ്ടിൽ നിറയെ പൂമ്പാറ്റകൾ ഉണ്ടാകും. നമുക്ക് അതിന്റെ പുറകെ ഓടി കളിക്കാം. നല്ല രസമുണ്ടാകും കളിക്കാൻ. അത് മാത്രമല്ല, ഐസുകാരൻ ചേട്ടൻ വരുന്ന സമയമല്ലേ ഇത്. അതുകൊണ്ട് നമുക്ക് ഐസ് വാങ്ങിച്ചിട്ട് കഴിക്കാം. ഈ നല്ല മഴയുള്ള സമയത്ത് പുറത്തു നിന്ന് ഐസ് വാങ്ങി കഴിക്കാൻ വേറെ ഒരു വൈബാണ്. എടി കുഞ്ഞാവേ, വൈബ് ആസ്വദിക്കാൻ നീ വരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വാ. നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാന്നേ. അതെ, നമുക്കും വൈബ് ഭയങ്കര ഇഷ്ടാ. അതെവിടുന്നാടാ നിനക്ക് ഇപ്പൊ ഇഷ്ടം വന്നത്? നീല ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ നിന്റെ തീരുമാനം മാറിയോ? അത് പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഐസ് തിന്നാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഏടാ കൊതിയാ, നിന്റെ അടവൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ. അല്ലെങ്കിലും ഞാനില്ലാതെ നിങ്ങൾ കളിക്കാൻ പോകുമോ? ഞാനില്ലാതെ നിങ്ങൾക്ക് കളിക്കാൻ പോകാൻ തോന്നുമോ? പിന്നെ നീയില്ലാതെ ഞങ്ങൾ പോകാതെ എന്താ? തീർച്ചയായിട്ടും പോകും. നിനക്ക് കളിക്കാൻ വരാൻ മടിയാത് കൊണ്ടല്ലേ നീ വരാത്തത്. അതിന് ഞങ്ങൾ എന്തിനാ നിന്നെയും കാത്തു നിൽക്കുന്നത്? അതൊക്കെ നിങ്ങൾ പറയാണെങ്കിലും എനിക്കറിയാം ഞമ്മളാണ് നിങ്ങളുടെ ധൈര്യമെന്ന്. നിങ്ങൾ ഈ 3 പെൺകുട്ടികളുടെ ധൈര്യം ഞാൻ തന്നെയാണ്. ഒരു വലിയ ധൈര്യശാലി വന്നിരിക്കുന്നു. എടി കുഞ്ഞാറ്റെ, നീ ഞങ്ങളുടെ കൂടെ ഗ്രൗണ്ടിൽ വരുന്നില്ല എന്ന് തീരുമാനിച്ചതാണോ? അതെ, ഞാൻ വരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് വരും. കുറെ സമയമായല്ലോ നീ ഫ്രണ്ട് വരും എന്ന് പറയുന്നു. ഏതാ ഫ്രണ്ട്? വല്ല ബോയ് ഫ്രണ്ടുമാണോ? ഒന്ന് പോടാ അവിടുന്ന്. ഇത് ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ടാണ്. അതേതാടി, ഞങ്ങൾക്കറിയാൻ പറ്റാത്തൊരു ഫ്രണ്ട്. എൻ്റെ പൊന്നോ, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഫ്രണ്ട് തന്നെയാണ്. എൻ്റെ ക്ലാസ്സിലത്തെ മീനു ഇല്ലേ, അവളാണ് വരുന്നത്. അവൾ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വരണത്? അതെന്തേ, അവൾക്ക് ഇങ്ങോട്ടൊന്നും വന്നുകൂടെ? ഞാൻ വെറുതെ ചോദിച്ചാണ്. പതിവില്ലാതെ ഒരാൾ ഇങ്ങോട്ട് വരുന്നത് കണ്ട് ചോദിച്ചാണ്. ആരോ പുറത്ത് ബെല്ലടിച്ചല്ലോ. അതവളായിരിക്കും, മീനുട്ടി. ഞാനൊന്ന് നോക്കിയിട്ട് വരാം.
മീനുട്ടി. അവളുടെ ഒരു മീനൂട്ടി. ഏതാടി ഈ മീനൂട്ടി? നിനക്കറിയോ അവളെ? എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് അവളെ. ഞമ്മക്ക് പണി തരുന്ന വല്ല കേസാണോ? നമ്മളോട് കളിക്കാൻ താല്പര്യമില്ലാതെ അവൾ മീനൂട്ടിയും കാത്തു നിൽക്കുകയല്ലേ? അവളുടെ ഒരു മീനൂട്ടി. ഡി പിങ്കി മോളെ, കുഞ്ഞാവേ, ഉസ്മാനെ, ഇതാണ് എന്റെ മീനുട്ടി. ഇവളെ എന്റെ ക്ലാസ്സിലത്തെ ന്യൂ അഡ്മിഷൻ ആണ്. ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സ് ആണ്. ഈ തവളക്കന്നെയാണ് ഇവളുടെ മീനൂട്ടി. ഹായ് ഫ്രണ്ട്സ്. നിങ്ങൾ എന്താ എന്നെ കണ്ടിട്ട് ഇങ്ങനെ മേച്ച് നോക്കണത്? അതെ, അവർക്ക് നിന്നെ പരിചയമില്ലല്ലോ, അതുകൊണ്ടാണ് നിന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്. പിന്നെ തുറച്ചു നോക്കാൻ പറ്റിയൊരു മുതൽ കണ്ടേച്ചാലും മതി. ഞങ്ങൾ കളിക്കാൻ പോവാ, നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ഇവിടെ അടുത്ത് നല്ല കളിക്കുന്ന സ്ഥലമുണ്ടോ? അത്രക്ക് നല്ല സ്ഥലമൊന്നുമില്ല. ഞങ്ങളെ ഇവിടെ അടുത്തൊരു ഗ്രൗണ്ടിൽ പോവുകയാ. എടി കുഞ്ഞാറ്റെ, എങ്കിൽ എനിക്കൊരു സൂപ്പർ സ്ഥലം അറിയാം. നമുക്ക് അങ്ങോട്ട് പോയാലോ? ആണോ? എവിടെയാടി അത്? കണ്ടോടാ കണ്ടോ, നമ്മൾ എത്ര സമയമായി അവളെ കളിക്കാൻ വിളിക്കുന്നു, എന്നിട്ട് അവൾ വന്നില്ലല്ലോ. എന്നിട്ട് ഇവൾ വിളിക്കുമ്പോഴത്തേക്ക് അവളുടെ കൂടെ കളിക്കാൻ പോവുകയാണ് പോലും. അതെ അതെ, വല്ലാത്ത ജാതി. നമ്മളെ വിളിച്ചിട്ട് അവൾ വന്നില്ലല്ലോ. എടി കുഞ്ഞാറ്റെ, ഇവിടെ അടുത്തൊരു അപ്പൂപ്പൻ കുന്നുണ്ട്. നീയേ അപ്പൂപ്പൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പൂപ്പൻ കുന്നോ? അതെവിടെയാ? ഞങ്ങളാരും ഇതുവരെ കേട്ടിട്ടില്ല. അവിടെ എന്താ കളിക്കാനുള്ളത്? പാർക്കാണോ, അല്ലെങ്കിൽ നല്ല മനോഹരമായ കാഴ്ചയാണോ? എന്താണുള്ളത്? ഹേയ്, അവിടെ പാർക്കൊന്നുമല്ല. ആ കുന്നിന്റെ താഴെ ഒരു വലിയ കാടാണ്. കാടോ? ഞങ്ങൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു കാടിനെ കുറിച്ച്. അതെ, ആ കാടിനെ കുറിച്ച് അതിനാരും അങ്ങനെയൊന്നും കൂടുതൽ സംസാരിക്കാറില്ല. അതെന്താ? ആ കാടിന് വല്ല പ്രത്യേകതയുമുണ്ടോ? ഉണ്ടോന്നോ? ആ കാടിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതെന്തോന്നാ ഇത്രമാത്രം കഥകൾ പറയാനുള്ളത് അതിന്? അത് മാത്രമല്ല, ഞങ്ങളും ഈ നാട്ടുകാരാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു കാടിനെ കുറിച്ച് പറയുന്നതൊന്നും ഞങ്ങൾ കേട്ടില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, അതിനെ കുറിച്ച് ആരും കൂടുതൽ സംസാരിക്കില്ല എന്ന്. അതൊരുപാട് വിശേഷതകളുള്ള കാടാണ്. സസ്പെൻസ് ആക്കാതെന്ന് വേഗം കാര്യം പറഞ്ഞൂടെ? അതെ, അവിടെ ആ കാട്ടിലെ 2 പേരെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നോ? ആരെ? അതല്ലേ ഞാൻ പറഞ്ഞത്, അപ്പൂപ്പൻ കുന്നിനെ ഒരു വലിയ കഥയുണ്ട് പറയാൻ. അതായത് പണ്ട് 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 പണ്ടെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ നാട്ടിലെ ഒരു രാജാവും രാജകുമാരും താമസിച്ചിരുന്നു. അവർക്ക് സുന്ദരിയായ ഒരു മോളുണ്ടായിരുന്നു. ഒരു തമ്പുരാട്ടി, ഒരു പാവം തമ്പുരാട്ടി. ഈ തമ്പുരാട്ടി രാജാവിനെ പേടിച്ചിട്ട് പുറത്തൊന്നും ഇറങ്ങാറില്ലായിരുന്നു. അതുകൊണ്ട് ഈ തമ്പുരാട്ടിക്ക് പുറത്തുള്ള ആളുകളെ ഒന്നും പരിചയമില്ലായിരുന്നു. പാവം തമ്പുരാട്ടി എപ്പോഴും കൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തമ്പുരാട്ടിക്ക് ബോറടിക്കുമായിരുന്നു. പക്ഷേ ഈ തമ്പുരാട്ടി നല്ലോണം പാട്ട് പാടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ തമ്പുരാട്ടി കിളിവാതിലൂടെ നോക്കി പുറത്തോട്ട് നോക്കി ഒരു പാട്ട് പാടുകയായിരുന്നു. അപ്പോൾ തമ്പുരാട്ടി അവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ തമ്പുരാട്ടിക്ക് ആ ചെറുപ്പക്കാരനെ ഒരുപാട് ഇഷ്ടായി. അങ്ങനെ ഈ തമ്പുരാട്ടി മനസ്സിൽ ഓരോന്നും ആലോചിച്ചു കൂട്ടി. ആ കാണുന്നത് എന്റെ രാജകുമാരനാണെന്നൊക്കെ. എന്നിട്ടോ? നീ തോകക്കാരി വെടിവെക്കല്ല, ഞാൻ മുഴുവൻ പറയട്ടെ. നീ വേഗം പറ. പക്ഷേ ആ കണ്ടത് ഒരു രാജകുമാരനായിരുന്നില്ല. അതവിടെ ജോലിക്ക് വന്ന് പുതിയൊരു ജോലിക്കാരനായിരുന്നു. തമ്പുരാട്ടിക്ക് അത് ജോലിക്കാരനാണെന്നൊക്കെ മനസ്സിലായി. എന്നിട്ടും തമ്പുരാട്ടിക്ക് ആ ജോലിക്കാരനോട് ഒരുപാട് ഇഷ്ടായി. എന്നിട്ട് തന്റെ ഇഷ്ടം ആ ജോലിക്കാരനോട് പറഞ്ഞു. പക്ഷേ ആ ജോലിക്കാരൻ അതൊന്നും അംഗീകരിച്ചില്ല. കുറെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. തമ്പുരാട്ടി വിട്ടില്ല. തമ്പുരാട്ടിക്ക് ആ ജോലിക്കാരനോട് വീണ്ടും വീണ്ടും തന്റെ ഇഷ്ടം പറഞ്ഞു. ഒടുവിൽ അവർ തമ്മിൽ പ്രണയത്തിലായി. രാജകൊട്ടാരത്തിലെ മറ്റാരും കാണാതെ അവർ ദിവസവും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഈ തമ്പുരാട്ടി ഒരു സത്യം മനസ്സിലാക്കി. അവൾ ഗർഭിണിയാണെന്ന്. എന്നിട്ടോ? എന്നിട്ടെന്താ, ആ രാജകുമാരി ആ സത്യം ഈ ജോലിക്കാരനോട് പറഞ്ഞു. അങ്ങനെ അവർക്ക് 2 പേർക്കും ഒരുപാട് സന്തോഷമായി. പക്ഷേ ഈ സന്തോഷങ്ങളൊക്കെ കുറച്ചു നാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ സംസാരങ്ങളൊക്കെ എങ്ങനെയോ ആരോ കേട്ട് മനസ്സിലാക്കി അത് രാജാവിന്റെ ചെവിയിലെത്തിച്ചു. അയ്യോ, എന്നിട്ടോ? എന്നിട്ടെന്താവാൻ, രാജാവ് അവരെ 2 പേരെയും വിളിച്ചു. 2 പേരോടും കാര്യങ്ങൾ തിരക്കി.
കാര്യങ്ങൾ തിരക്കിയിട്ട് അത് സത്യമാണെന്ന് മനസ്സിലാക്കിയ രാജാവ് അവർക്കിട്ടൊരു പണി കൊടുത്തു. എന്തു പണി? അവരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചോ? ഹേയ്, ഇല്ലില്ല, അതാണ് പണി കൊടുത്തത്. രണ്ടുപേരെയും ഈ രാജാവ് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് അവിടെ ആളെ വെച്ച് ഈ പാവം തമ്പുരാട്ടിയും ഈ ജോലിക്കാരനെയും കൂടെ ജീവനോടെ തീയിലിട്ട് ചുട്ട് കരിച്ചു കളഞ്ഞു. അയ്യോ, കരിച്ചു കളഞ്ഞെന്നോ? അപ്പം വയറ്റിലത്തെ കുഞ്ഞു വാവയോ? അതെ, ആ വാവ എന്തായി? വാവ എന്താവാൻ, ആ വാവയോടും കൂടിയാണ് ആ തമ്പുരാട്ടി ചുട്ട് കരിച്ചത്. അതുകൊണ്ട് ആ വാവയെ മരിച്ചുപോയി. ആണോ? സത്യമാണോ? അതെ, നീ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെടി, ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ എനിക്ക് പണ്ട് എന്റെ മുത്തശ്ശി പറഞ്ഞു തന്ന കഥയാണ്. ശോ, പാവം തമ്പുരാട്ടി. അതെ അതെ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഷോക്ക് അടിച്ചു പോയോ? നമുക്ക് അപ്പൂപ്പൻ കാണാൻ പോകണ്ടേ? പോണം പോണം, എനിക്ക് പോണം. പോകാനോ? ഞങ്ങളെങ്ങുമില്ല, ഞങ്ങൾക്ക് പേടിയാണ്. അതെ അതെ, ഞമ്മളും ഇല്ല, ഞമ്മക്ക് പേടിയാണ്. എടാ, അതിനവിടെ പ്രേതം ഭൂതമൊന്നും ഇല്ല. നമുക്ക് പോയിട്ട് വെറുതെ ആ കുന്നും അവിടുത്തെ കാടും ഒക്കെ കണ്ടിട്ട് വരാം. ഹേയ്, ഞങ്ങളില്ലേ ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ പോട്, ഞങ്ങളെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോവുകയാണ്. അതെ അതെ, നിങ്ങൾ വേണമെങ്കിൽ പോട്, ഞങ്ങളില്ല. എടി, എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പോയി അവിടെ കാണാം. എന്താ? ഹോ, സെറ്റ്, നമുക്ക് പോകാനേ. മീനുകുട്ടി, ഇത് തന്നെയാണോ നീ പറഞ്ഞ അപ്പൂപ്പൻ കുന്ന്? ആ അതെ കുഞ്ഞാറ്റേ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ അപ്പൂപ്പൻ കുന്ന്. എടി കുഞ്ഞാറ്റേ, നമുക്ക് പോകണോ? പിന്നെ പോകണ്ടേ? ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് നമ്മൾ ഇതൊക്കെ കാണാണ്ടാണോ പോകുന്നത്? വേണ്ട കുഞ്ഞാറ്റെ, എനിക്ക് നല്ല പേടിയുണ്ട്. അയ്യേ, ഇങ്ങനെ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ നിങ്ങളുടെ കൂടെ. എന്നാലും കുഞ്ഞാറ്റേ, ഞങ്ങൾ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. എന്റെ പൊന്നു മക്കളെ, ഇതൊക്കെ നമ്മൾ ലൈഫിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? നിങ്ങൾ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? എന്നാലും വേണ്ടായിരുന്നു. ഞാൻ എന്തായാലും പോവാ, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ. എന്നാലും ഈ കാട്ടിൽ എന്തൊരു മൂകതയാണടി കുഞ്ഞാറ്റെ. എന്നാലും ഈ കാടിന്റെ ഒരു ഭംഗി, ആഹാ, അതൊന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. അയ്യോ, എന്തോ ഒരു ശബ്ദം കേട്ടേ. എടി എടി, നമുക്ക് തിരിച്ചു പോകാടി, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എടി കുഞ്ഞാവേ, കുഞ്ഞാറ്റയിലെ നമ്മുടെ ഒപ്പം, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ മീക്കുട്ടി. എടി കുഞ്ഞാവേ, നീ എന്റെ കൈ പിടിച്ച് കൂടാ. എന്നാലും മീനുകുട്ടി, ഈ വഴി ഇതെങ്ങോട്ടാ? ഈ വഴി തീർന്നെന്നാ തോന്നുന്നത്. ആവോ, എനിക്കറിയില്ല കുഞ്ഞാറ്റെ, ഞങ്ങളാരും ഇങ്ങോട്ട് വരാറില്ല. അയ്യോ, വഴി അറിയില്ലേ? എടി കുഞ്ഞാറ്റെ, ഒന്ന് വാ, നമുക്ക് തിരിച്ചു പോവാമെന്നേ. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ഒന്ന് മിണ്ടാതിരിക്ക് കുഞ്ഞാവേ, ഏത് നേരം നോക്കാൻ തിരിച്ചു പോവാമെന്ന്. ഇങ്ങനെയുണ്ടോ ഒരു പേടി? എന്തായാലും നീ വഴി ഇങ്ങോട്ടേക്കല്ലേ പോകുന്നത്, നമുക്ക് ഇങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. അങ്ങനെ സമാധാനമായി. അങ്ങനെ നമ്മൾ ഇവിടെ വരെ എത്തിച്ചേർന്നു. കുഞ്ഞാറ്റെ കുഞ്ഞാറ്റെ, ഒന്ന് നോക്കിക്കേ, അതാരാ അവിടെ നിക്കണതെന്ന് നോക്കിക്കേ. ആരാ അവിടെ നിക്കണെന്ന്? ഓ, അതൊരു പെൺകുട്ടിയാണല്ലോ. എന്തായാലും നമുക്ക് ചെന്ന് വഴി ചോദിച്ചു നോക്കാം, അല്ലേ? എന്റെ പൊന്നു കുഞ്ഞാറ്റെ, വേണ്ട കുഞ്ഞാറ്റെ, അതാരാണെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ വഴി ചോദിക്കണത്. അതിനിപ്പോ എന്താ കുഞ്ഞാവേ, നമുക്ക് വഴി അറിയാത്തോണ്ടല്ലേ. അതിനിപ്പോ എന്താ ഒരു കുഴപ്പം? നീ ചോദിച്ചോ കുഞ്ഞാറ്റെ. ആ, അത് തന്നെ, വഴി ചോദിച്ചാലല്ലേ നമുക്ക് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റൂ. എന്നാലും എനിക്കെന്തോ പേടിയാവുന്നു ആ പെണ്ണിന്റെ നിൽപ്പ് കണ്ടിട്ട്. പിന്നെ വെറുതെ പേടിക്കുന്നത്. ഞാൻ വാ കുഞ്ഞാവേ, നമുക്കൊന്ന് ചെന്ന് ചോദിക്കാം. ചേച്ചി 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 ചേച്ചി, ഞങ്ങൾക്കൊന്ന് അപ്പൂപ്പൻ കുന്നിന്റെ മുകളിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുമോ? അപ്പൂപ്പൻ കുന്നോ? പറഞ്ഞു തരാലോ. ദേവി കണ്ടോ, ആ ചേച്ചി നമുക്ക് വഴി പറഞ്ഞു തരാമെന്ന്. മോളും നിങ്ങൾ അടുത്ത് വന്നേ, ഈ ചേച്ചിക്കൊരു സഹായം ചെയ്തു തരുമോ? ഓ, അതിനെന്താ ചേച്ചി, ചെയ്തു തരാലോ. അയ്യോ കുഞ്ഞാറ്റെ, വേണ്ട കുഞ്ഞാറ്റെ, പോണ്ട കുഞ്ഞാറ്റെ. നീ ഒന്ന് പോയ പെണ്ണ അവിടുന്ന്. പറ ചേച്ചി, എന്ത് സഹായം വേണ്ടേ? എനിക്ക് കുറച്ച് ചുണ്ണാമ്പ് തരുമോ? എന്ത് ചുണ്ണാമ്പോ? ഈ ചേച്ചിക്കൊന്ന് മുറുക്കാനാ. കുറച്ച് ചുണ്ണാമ്പ് താ. അത് ഞങ്ങളുടെ കയ്യിലില്ല. ചേച്ചി ചേച്ചി എന്തെങ്കിലും മുടിയൊക്കെ പാത്തിട്ടിട്ട്. ചേച്ചി 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 എന്താ നനങ്ങാത്തെ? കുറച്ച് ചുണ്ണാമ്പല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, അത് നിങ്ങളുടെ കയ്യിലില്ലേ? അതെന്താ മക്കളെ ചുണ്ണാമ്പ് കയ്യിലില്ലാത്തത്?
എന്റെ പൊന്നു മീനൂട്ടി, ദൈവത്തിയോർത്ത് നീ ഇമാതിരി സ്ഥലങ്ങളിലൊന്നും ഞങ്ങളെ കൊണ്ടുവല്ലേ. മനുഷ്യൻ പേടിച്ച് പേടിച്ച് ചത്തു. ഞാനെന്ത് ചെയ്യാനാ? കുഞ്ഞാറ്റക്കല്ലേ അവിടെയൊക്കെ പോവാൻ ആഗ്രഹം. ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നല്ലോ, അവളുടെ നിർബന്ധത്തിന് പോയതല്ലേ. അല്ല, അവളെവിടെ? ഞാൻ കണ്ടില്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അയ്യോ, എനിക്കറിയില്ല. ഞാൻ ഓർത്ത് അവൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അയ്യോ, കുഞ്ഞാറ്റയ്ക്ക് എന്നായിരിക്കും പറ്റിയത്? നീ പേടിക്കാതെ കുഞ്ഞാവേ, അവൾ ഇവിടെ എങ്ങാനും ഉണ്ടാവും. എന്റെ കുഞ്ഞാറ്റ അവൾ എവിടെയായിരിക്കും? ആ പ്രേതം എന്തെങ്കിലും അവളെ ചെയ്യും. അയ്യോ അയ്യോ, എന്റെ കുഞ്ഞാറ്റ, എനിക്ക് അവളെ കാണണം. കുഞ്ഞാവേ, നീ ഒന്ന് കരയാതിരിക്കെ, നമുക്ക് അവളെ കണ്ടുപിടിക്കാം. നീ പേടിക്കാതെ, അവൾ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. എനിക്ക് നല്ല പേടിയുണ്ട് മീനൂട്ടി. വീട്ടിൽ ചെന്ന് അച്ഛനമ്മയൊക്കെ ചോദിക്കും, നമ്മൾ എന്താ പറയാ? എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു. അവൾ എവിടെയായിരിക്കും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ തന്നെ നിന്ന് നോക്കാം. എന്നിട്ടും അവളെ കണ്ടില്ലെങ്കിൽ നമുക്ക് കാട്ടിൽ തന്നെ തിരിച്ചു പോകാം. കുഞ്ഞാറ്റേ, ഒന്ന് വാ കുഞ്ഞാറ്റേ, ഒന്ന് വേഗം വാ. അയ്യോ, ഓടി 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 മനുഷ്യന്റെ ഊപ്പാടിളകി. അയ്യോ, ഞാനിതെവിടെ എത്തിയത്? കുഞ്ഞാവേ, മീനൂട്ടിക്ക് എവിടെ? അയ്യോ, മീനൂട്ടി എന്നോട് 100 പ്രാവശ്യം പറഞ്ഞതാ അവിടെ ഒന്നും പോവണ്ട പോവണ്ട എന്ന്. ഞാൻ അവരേക്ക് അവിടൊക്കെ കൊണ്ടുപോയത്. അവിടെ ഒരു വീടുണ്ടല്ലോ, അങ്ങോട്ട് പോയി നോക്കിയാലോ? എനിക്ക് പേടിയാവുന്നു. എനിക്ക് എന്റെ അമ്മയെ കാണണം. എന്തായാലും പോയി നോക്കാം. ഇവിടെ ആരുമില്ലേ? ചേച്ചി, ചേട്ടാ, ഇവിടെ ആരുമില്ലേ? അകത്ത് ആരെങ്കിലും ഉണ്ടോ? ആരാവിടെ? അമ്മമ്മേ, അമ്മമ്മേ, അമ്മമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. അതെല്ലോ, മോൾ ഏതാ? ഇപ്പോഴാണ് സമാധാനമായത്. അമ്മമ്മേ, ഞാൻ വഴിതെറ്റി ഇവിടെ എത്തിച്ചേർന്നതാ. ആണോ? മോളുടെ വീട് എവിടെയാ? വീട് അങ്ങ് ദൂരെ അമ്മമ്മേ. ഞങ്ങളെ കാടൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഈ മലയുടെ താഴെയാണ് എന്റെ വീട്. ആണോ? എന്നാലേ എങ്ങനെ മോൾ ഇവിടുന്ന് പോകും? അയ്യോ, എനിക്ക് വയ്യായില്ല അമ്മമ്മേ. എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ വീട്ടിലേക്കൊന്ന് പോകണം. അമ്മമ്മ എനിക്ക് എന്റെ വീട്ടിൽ പോകാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരുമോ? എന്നെ വീട്ടിൽ പോകാനൊന്ന് സഹായിക്കോ? ഓ, അതിനെന്താ, അമ്മൂമ്മ സഹായിക്കാലോ. പേരെത്തി സഹായിക്കാം. മക്കൾ അവിടെ തന്നെ ഇരിക്കും, അമ്മൂമ്മ ഇപ്പൊ തന്നെ വരാം. ഇതെന്താ അമ്മമ്മ ഓടിപ്പോയത്? അമ്മമ്മേ, അമ്മമ്മേ, ഒന്ന് ഓടി വാ അമ്മമ്മേ. എനിക്ക് പേടിയാവുന്നു. അമ്മമ്മേ, അമ്മമ്മേ. പേടിക്കണ്ട മോളെ, ദാ അമ്മൂമ്മ ഇപ്പൊ വരാട്ടോ. അയ്യോ, അയ്യോ, ഇതെന്താ ഈ മെഴുകിൽ തന്നെ എന്റെ അടുത്തേക്ക് വരുന്നത്? അയ്യോ, അയ്യോ, അമ്മമ്മേ, അമ്മമ്മേ, ഒന്ന് വേഗം വാ അമ്മമ്മേ. അയ്യോ, ഈ മെഴുകിൽ തന്നെ കേട്ടോ. മോളെ കുഞ്ഞാറ്റേ, നീ നോക്ക്, ഇതാരാണെന്ന്. അയ്യോ, അയ്യോ, ആരാത്? ആരാത്? എനിക്ക് പേടിയാവുന്നു. എവിടെയാണോ? എടി കുഞ്ഞാറ്റേ, നീ ഒന്ന് കണ്ണു തുറക്കോ. പോത്ത് പോലെ കിടന്നുറങ്ങും, എന്നിട്ട് ഓരോരോ സ്വപ്നം കാണും. നല്ല രസമായിരുന്നു എടി നിന്റെ ഇത്രയും നേരത്തുള്ള കമന്ററി കേൾക്കാൻ. അപ്പൂപ്പൻ കുന്നിലാ? പിന്നെ നമ്മൾ അമ്മൂമ്മ കുന്നിലാ പോയത്. ഒന്ന് പോടി കുഞ്ഞാറ്റ അവിടുന്ന്. സമാധാനമായി. ആ പ്രേതത്തിന്റെ സിനിമ ഓഫാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഒറ്റയ്ക്കിരുന്ന് കാണാനേ പേടി തന്നെയാണ്. അല്ലെങ്കിലും അതിലുള്ള പ്രേതത്തിനെ കാണുമ്പോഴേ പേടിയാവുന്നുണ്ട്. പിന്നെ ഇവളുടെ മുന്നിൽ ഞാൻ ധൈര്യം അഭിനയിച്ചതല്ലേ. ഇവളെന്താ ഇങ്ങനെ മുഖവും താഴ്ത്തി നിൽക്കണോ? എടി കുഞ്ഞാവേ, കുഞ്ഞാവേ, നീ എന്താണ് ഇങ്ങനെ മുഖവും താഴ്ത്തി നിൽക്കണത്? നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എടി കുഞ്ഞാവേ, ഇങ്ങോട്ട് നോക്കടി. ആരാടി കുഞ്ഞാവാ? ഞാൻ കുഞ്ഞാവി ഒന്നുമല്ല. കുഞ്ഞാവേലെന്നോ? പിന്നെ നീ ആരാണ്? ഞാനാണ് നീലി. നീലിയോ? നീ നീല കളർ ഡ്രസ് ആയിട്ടതെന്ന് എനിക്കറിയാം. അതിനെന്തിനാടി നീ ഇങ്ങനെ നീലിയാണെന്നൊക്കെ പറയണത്? നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. ഞാനാണ് കള്ളിയങ്കാട്ട് നീലി. കള്ളിയങ്കാട്ട് നീലിയോ? ഇവൾ എന്തൊക്കെയാ പറയണത്? നീ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കടി. ഞാനെങ്ങാൻ തിരിഞ്ഞു നോക്കിയാൽ
നീ പേടിച്ചു പോകും. നീ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ എന്തിനാ പേടിക്കുന്നത്? എടി കുഞ്ഞാവേ, നീ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണമല്ലേ? നിന്നോട് പറഞ്ഞില്ലേ ഞാൻ കള്ളിയങ്കാട്ട് നീലിയാണെന്ന്? കുഞ്ഞാവേ, എടി കുഞ്ഞാവേ, നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? എനിക്ക് പേടിയാവുന്നു. നിന്റെ മുഖത്തിന് എന്ത് പറ്റി? നീ എന്താ മുഖം ഇങ്ങനെ ഒക്കെ വെച്ചത്? എന്ന് മര്യാദയ്ക്ക് നിൽക്ക്. നിനക്ക് പേടിയാവണം. നിന്റെ രക്തം ഞാൻ ഊറ്റി കുടിക്കും. നീയല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത് നിനക്ക് പ്രേതത്തെയൊന്നും പേടിയില്ല എന്ന്? നിനക്ക് പ്രേതങ്ങളെയൊന്നും പേടിയില്ല അല്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാമടി. നിന്റെ ശരീരത്തിലെ മുഴുവൻ രക്തവും ഞാൻ കുടിക്കും. അയ്യോ അമ്മ, ഓടിവാ ഓടിവാ. നീ വിളിച്ചു കൂവിയിട്ടൊന്നും കാര്യമില്ലടി. നിന്റെ ശബ്ദമൊന്നും പുറത്തു കേൾക്കില്ല. നീ എത്ര ഉറക്കെ വിളിച്ചു കൂവിയിട്ടും കാര്യമില്ല. അമ്മ അമ്മ, ഓടിവാ ഓടിവാ. അങ്ങോട്ട് മാറി നിൽക്കടി. നിനക്കെന്റെ നീണ്ട വെളുത്ത കൂർത്ത പല്ലുകൾ കാണണോ? കാണണോ എന്ന്? അയ്യോ വേണ്ട വേണ്ട, എനിക്കൊന്നും കാണണ്ട. നീ ആ കുഞ്ഞാവയെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ അവളോട് കുറച്ചു മുന്നേ പറഞ്ഞില്ലേ നിനക്ക് പ്രേതത്തെയൊന്നും പേടിയില്ല എന്ന്? പിന്നെ എന്തിനാണ് നീ ഇപ്പം പേടിക്കുന്നത്? അത് പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതാ. കുഞ്ഞാവെവിടെ കുഞ്ഞാവെവിടെ എന്ന്? അവൾ അപ്പുറത്തെ റൂമിലുണ്ട്. അവളുടെ രൂപത്തിൽ വന്ന പ്രേതമാണ് ഞാൻ. അമ്മ, ഒന്ന് ഓടി വാ അമ്മ. എന്തുവാണ് ഇവിടെ നിന്നാൽ ബഹളം കേൾക്കണത്? കുറെ സമയമായല്ലോ തുടങ്ങിയിട്ട്. അമ്മ, എന്താണ് നീ തിട്ടയ്യാൻ പറയുന്നത്? അമ്മ, നീ കുഞ്ഞാവ പ്രേതമാണ്, പ്രേതം. ദേ പെണ്ണെ, ഒരൊറ്റ വീക്കം വെച്ചേ കേട്ടോ. കുറെ സമയമായി ഞാൻ ക്ഷമിക്കുന്നു. നിന്റെ കുരുത്തക്കേട് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ കുഞ്ഞാത്തെ. എന്തിനാണ് നീ ഇങ്ങനെ അലറി കൂവിയത്? അമ്മ, അമ്മ കാണുന്നില്ലേ? ദേ ഇപ്പത്തെ പ്രേതമുള്ളത് അമ്മ കാണുന്നില്ലേ? പ്രേതമോ? എവിടെ? ഒറ്റക്ക് ലൈറ്റ് ഓഫ് ആക്കിയിരുന്നിട്ട് ഓരോ സിനിമ കാണും, എന്നിട്ട് തുടങ്ങിക്കോളും പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞിട്ട്. നിന്നോട് ആരാടി പ്രേതത്തിന്റെ സിനിമ കാണാൻ പറഞ്ഞത്? അതല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അമ്മ, അമ്മയുടെ കണ്ണ് എവിടെയാ ഉള്ളത്? അമ്മ ഒന്ന് ഇപ്പത്തേക്ക് നോക്ക്, ഇവിടെയാ പ്രേതമുള്ളത്. ഇവിടെ ഞാനൊന്നും കാണുന്നില്ലല്ലോ പ്രേതത്തെയും ഭൂതത്തെയും ഒന്നും. കാണുന്നില്ലേ? അവളെവിടെ പോയി? ആരെവിടെ പോയെന്നാ നീ ചോദിക്കുന്നത്? നീലി. നീലിയോ? ഏത് നീലി? നീയേ അപ്പുറത്തുള്ള ദിവാനാരേട്ടന്റെ വീട്ടിലത്തെ നീലിയുടെ കാര്യമാണോ പറയണത്? ഓ അല്ല അമ്മ, കള്ളിയങ്കാട്ട് നീലി. കള്ളിയങ്കാട്ട് നീലിയോ? ഡി പെണ്ണെ, എന്നെ അധികം വെറുതെ ദേഷ്യം പിടിപ്പിച്ചാലേ കള്ളിയങ്കാട്ട് നീലി ഞാൻ തന്നെയും ആകും. പിന്നെ നിന്റെ കഴുത്തി ഞെരിച്ച് ഞാൻ കൊല്ലും. മര്യാദയ്ക്ക് എന്തോന്നാന്ന് വെച്ചാൽ തെളിച്ച് പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ, അവളില്ലേ ആ കുഞ്ഞാവ? അവളുടെ ദേഹത്തെ പ്രേതം കയറി. അവളുടെ രൂപത്തിലെ ഇവിടെ കള്ളിയങ്കാട്ട് നീലി വന്നു. ആ പ്രേതം ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ ചോര കുടിക്കുമെന്നൊക്കെ പറഞ്ഞു. ഒരു രക്തദാഹിയായ പ്രേതം. സത്യമാ ഞാൻ പറയണതമ്മ. അപ്പ അതാണോ കാര്യം? എടി കുഞ്ഞാവ് ഇപ്പ നിന്റെ അടുത്ത് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയത്. പോകുന്നത് ഞാൻ കണ്ടല്ലോ. അവള് നടന്നു പോകുന്നത് തന്നെയാണോ അമ്മ കണ്ടത്? അല്ലടി അല്ല, അവളെ പറന്നു പോകുന്നതാ ഞാൻ കണ്ടത്. എന്തേ? വെറുതെ ഓരോന്ന് പിച്ചും പെയ്യും പറയൂ. സത്യമാ അമ്മ, അവൾ പ്രേതമാണ്, പ്രേതം. പ്രേതമല്ല, ഭൂതം. നിന്നോടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. നീ കുഞ്ഞാവേ, കുഞ്ഞാവേ, ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. വേണ്ടമ്മ വേണ്ട, അവളെ വിളിക്കണ്ട. അവളുടെ മുഖമൊക്കെ വികൃതമാണ്. എന്നിട്ട് അവളുടെ കഴുത്തിൽ നിന്നും രക്തം ഊറ്റി കുടിക്കുമെന്നൊക്കെ പറഞ്ഞു. നിന്റെ രക്തം ഞാനിപ്പോൾ ഊറ്റി കുടിക്കും. മിണ്ടാതിരിക്കാനാ നിന്നോട് പറഞ്ഞത്. കുഞ്ഞാവേ, എടി കുഞ്ഞാവേ, ഇങ്ങോട്ടേക്ക് വരാനാ നിന്നോട് പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വാടി. എന്താ അമ്മ? അമ്മ എന്നെ വിളിച്ചോ? ഇവൾ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പറയുന്നത്? എന്താ അമ്മ? എനിക്കൊന്നും മനസ്സിലായില്ല. നീ ഇവളെ പേടിപ്പിച്ചോ? പേടിപ്പിച്ചോന്ന്? പിന്നെ ഞാനെങ്ങാനും ഇവളെ പേടിപ്പിച്ചാൽ ഇവളെ പേടിച്ചേനെ. അല്ലെങ്കിൽ തന്നെ ഇവക്ക് പേടിയുണ്ടോ? ഇവളല്ലേ ഇപ്പൊ കുറച്ചു മുന്നേ ടി വി കാണുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞത് അവൾക്കൊരു പേടിയുമില്ല, പേടി മുഴുവൻ എനിക്കാണെന്ന്. പിന്നെ ഇവൾ എന്തൊക്കെയായി പറയണത്? അവൾക്ക് വട്ടാണമ്മ. വെറുതെ അവൾ ഓരോ പിച്ചും പെയ്യും പറയുക. അല്ലമ്മ, സത്യമായിട്ടും അല്ല അമ്മ, ഞാൻ പറയണത് മുഴുവൻ സത്യമാണ്. ദാ നോക്കമ്മ, ഇവൾ പ്രേതമാണ്, പ്രേതം. ദേ പെണ്ണെ, വെറുതെ ഓരോ സിനിമയും കണ്ടുവച്ചിട്ട് എന്നോട് തർക്കിക്കാൻ നിന്നാലുണ്ടല്ലോ, നിന്റെ ഈ രണ്ട് ഉണ്ടക്കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. നിന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് രണ്ടക്ഷരം എടുത്തു വെച്ച് പഠിച്ചോ എന്ന്. അതെങ്ങനെയാ? സ്കൂളില്ലെങ്കിൽ ബുക്ക് എന്നൊരു സംഗതി കൈകൊണ്ട് പോലും തൊട്ടുപോകില്ലല്ലോ. ആ സമയം നോക്കിയിട്ട് ഇങ്ങനെ ഓരോ പ്രേതത്തിന്റെ ഭൂതത്തിന്റെ സിനിമ കാണും. എന്നിട്ടോ ബാക്കിയുള്ളവർക്ക് സ്വൈര്യക്കേടുണ്ടാക്കും. അമ്മ, അവൾ വെറുതെ ഓരോന്ന് കണ്ട് പേടിച്ചതാണ്.
ഞാൻ ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രേതമായിട്ടോ ഭൂതമായിട്ടോ ഒന്നുമല്ല. ഇവക്ക് വെറുതെ ഓരോ തോന്നുക. എന്നിട്ട് ഇങ്ങനെ വെറുതെ പേടിച്ചിരിക്കുകയാണ്. നുണ പറയുന്നടി. അപ്പം നീ എന്നെ പറ്റിച്ചതാണല്ലേ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഒന്ന് പോടി അവിടുന്ന്. ഇനി ഇങ്ങനെ രണ്ടും കൂടി ഇവിടെ നിന്ന് തല്ലുപിടി കൂടിയാൽ അടുപ്പത്ത് നല്ല തിളക്കണ വെള്ളമുണ്ട്. അതെടുത്തോണ്ട് വന്നിട്ട് രണ്ടിന്റെ തലയിലൂടെ ഞാൻ ഒഴിച്ചു തരും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇങ്ങനെയുണ്ടോ രണ്ട് കുട്ടികൾ എവിടെയെങ്കിലും? എന്റെ ദൈവമേ, ഈ ഞായറാഴ്ചയും കൂടി സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യന്റെ ചെവിക്ക് കുറച്ചെങ്കിലും സ്വസ്ഥത ഉണ്ടായേനെ. രണ്ട് സ്വല്ലപ്പാട് കുട്ടികൾ. മോളെ കുഞ്ഞാറ്റേ, നീ പേടിച്ചോ? നീ എന്തിനാടി ഇവിടെ കയറുന്നിട്ട് വീണ്ടും എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നത്? നിന്നോടാ പോയിക്കോളാൻ പറഞ്ഞത്. ഇതൊക്കെ നിന്റെ അടവായിരുന്നല്ലേ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ പാലും വെള്ളത്തിൽ തരും. അങ്ങനെയൊന്നും പറയാതെ മോളെ, ഇത് ഞാൻ തന്നെയാ. നീലി, നീലി, കള്ളിയങ്കാട്ട് നീലി. കണക്കായിപ്പോയി. ഒരിക്കൽ പേടിച്ചെന്ന് കരുതി എപ്പോഴും ഞാൻ പേടിക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഒരു നീലി വന്നിരിക്കുന്നു. എന്തായാലും എന്റെ പൊന്നു മോളെ, ഒരിക്കലാണെങ്കിൽ ഒരിക്കൽ പേടിച്ച് ചമ്മി നാറിയല്ലോ. എനിക്കത് മതി. ഞാനേ ഇനി സ്കൂൾ പോയിട്ട് എല്ലാവർക്കും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കും. പിങ്കി മോളോടും മുസ്മാനോടും ഒക്കെ പറഞ്ഞു കൊടുക്കും. പേടി തൊണ്ടത്തി, അയ്യേ പേടി തൊണ്ടത്തി. ഇങ്ങനെയുണ്ട് എവിടെയെങ്കിലും ഒരു പേടി തൊണ്ടത്തി? അത് പിന്നെ ഞാൻ പേടിച്ചൊന്നുമല്ല, ഞാൻ പേടിച്ചതുപോലെ അഭിനയിച്ചതാ. വീണടെ നിന്ന് ഉരുളണ്ടടി, എനിക്കൊക്കെ മനസ്സിലായി. അയ്യേ ഒരു വലിയ പ്രേതത്തിന്റെ സിനിമ കാണാൻ വന്നിരിക്കുന്നു. പേടി തൊണ്ടത്തി. എനിക്ക് നാളത്തേക്കുള്ള ബ്രേക്കിംഗ് ന്യൂസ് കിട്ടി. നിനക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഞാൻ ചമ്മി നാറിയല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ?